നമസ്കാരം. മാസഫലം. ഈ മാസത്തെ ഫലത്തിൽ മേടം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ. നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസവും നടന്നു വരുന്ന ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും അതിനൊപ്പം നിങ്ങൾ എന്താണ് പ്രശ്നം, കുടുംബ പ്രശ്നമാണോ, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമാണ്, ജോലിയുടെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ വിവാഹ സംബന്ധമാണ് എന്നുണ്ടെങ്കിലും അതിനൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൃത്യമായും എല്ലാ മാസവും നടക്കുന്ന പൂജാതി കാര്യങ്ങളിൽ അത് നിങ്ങളുടെ പേരുന്നാൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒരു ചെറിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായാൽ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം തന്നെയാണ്. നമ്മൾ ഈ മാസഫലത്തിൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് അവർക്ക് എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ മാത്രമേ കൂടുതലായി കാണുവാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. കാരണം നിങ്ങൾ നേരിടുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതുതായിട്ടൊരു ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ അതിന് തടസ്സങ്ങൾ ഉണ്ടാകുന്നു. ഒരു യാത്രയ്ക്ക് പോകുവാൻ ഇറങ്ങിയാൽ അവിടെ തടസ്സങ്ങൾ വരുന്നു. ഒരു ധനം സേവ് ചെയ്യുവാൻ വേണ്ടി നമ്മുടെ ധനം സേവ് ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിച്ച് കയ്യിൽ കരുതി വയ്ക്കുമ്പോഴേക്കും അത് മറ്റെന്തെങ്കിലും വഴിക്ക് ചിലവായി പോകുന്നു. ഇങ്ങനെ ഏത് മേഖലയിലോട്ട് തിരിഞ്ഞാലും തടസ്സങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഡ്മിഷൻ്റെ കാര്യത്തിനൊക്കെ ഇറങ്ങുമ്പോഴേക്കും അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥലത്ത് എത്തിച്ചേരുവാൻ സാധിക്കാതെ വരുന്നു. ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്ന വിഷയമായിരിക്കില്ല അവർക്ക് അഡ്മിഷന് കിട്ടുന്നത്. മാത്രമല്ല അവരാഗ്രഹിക്കുന്ന സ്കൂളിൽ അവർക്ക് അഡ്മിഷൻ കിട്ടാത്തൊരവസ്ഥ. വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ളൊരു തടസ്സം വരുന്നു. അവർ പ്രതീക്ഷിച്ച മാർക്കായിരിക്കില്ല അവർക്ക് ലഭിക്കുന്നത്. അങ്ങനെ പല രീതിയിലുള്ള തടസ്സങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായി ഭഗവാനെ പ്രാർത്ഥിക്കുക. ക്ഷേത്രദർശനം ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യത്തിനിറങ്ങുന്നതിന് മുമ്പും ഭഗവാനെ പ്രാർത്ഥിച്ച് ഗണപതിക്കൊരു നാളീകരമെല്ലാം ഉടച്ചതിന് ശേഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറുകയും നിങ്ങൾക്ക് കൃത്യമായി ജീവിതത്തിൽ നല്ല ഗുണപരമായ അനുഭവങ്ങൾ വരികയും ചെയ്യും. അപ്പോൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. എന്ത് കാര്യത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഭഗവാനൊരു പുഷ്പാഞ്ജലിയൊക്കെ അർപ്പിക്കുക, തുടർന്നൊരു നാളികേരമൊക്കെ ഉടയ്ക്കുന്നത് നല്ലതായിരിക്കും. ഈ വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കും ഈ ഒരു മാസക്കാലഘട്ടം ആ ഒരു ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വളരെയധികം ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. കുടുംബസ്വത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുകയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസക്കാലഘട്ടത്തേക്ക് അത് മാറ്റിവെക്കുക. ആ വിഷയം സംസാരിക്കുകയോ അതിലിടപെടാൻ പോവുകയോ ചെയ്യാതെ മാറ്റിവെച്ചതിന് ശേഷം തുടർന്നുള്ള അടുത്തൊരു മാസത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരല്പം മാറ്റം, അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു വിഷയത്തിലൊരു അവസാന തീരുമാനം എടുക്കുവാനൊക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യക്തികൾ ഒന്ന് മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. കൂടാതെ കുടുംബസ്വത്തിൽ നിന്നുള്ള ആദായം ലഭിച്ചുകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ അത് ലഭിക്കാത്ത ഒരവസ്ഥയൊക്കെയാണ് കാണുന്നത്. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ നിത്യവും, അതായത് ഡെയിലി വേക്കൻസി ആയിട്ട് ജോലി ചെയ്യുന്ന വ്യക്തികൾ, ഓരോ ദിവസവും ജോലിക്ക് പോകുന്ന വ്യക്തികൾക്ക് അതിൻ്റെ ഒരു തടസ്സം കാണുന്നുണ്ട്. ജോലിയിലൊരു തടസ്സം വരുന്നുണ്ട്. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ, അപ്പോൾ ഒരാഴ്ചയിൽ ചിലപ്പോൾ 7 ദിവസവും ജോലിക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് കിട്ടുന്ന 3 ദിവസത്തെ ജോലിയായിരിക്കും. അപ്പോൾ അതിലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്നതായി കാണുന്നുണ്ട്. പ്രാർത്ഥിക്കുക. അവരെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമം തന്നെയായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളും വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. വിവാഹ സംബന്ധമായിട്ട് നിങ്ങൾ ഇപ്പോൾ വിവാഹം കഴിയാത്ത ആളാണ്, വിവാഹം നോക്കി നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിലും തടസ്സങ്ങളായിരിക്കും. കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ വേണ്ടി കാത്തിരിക്കുക. കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത ഒരാൾ ജീവിതത്തിൽ കടന്നു വരുന്നത്. പ്രണയിക്കുന്നവർക്ക് പ്രണയ ജീവിതത്തിലും പരാജയങ്ങൾ ഏർപ്പെടുവാൻ സാധ്യതയുണ്ട്.
അവയും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. ചിലവുകൾ വളരെ കൂടുതലായി കാണുന്നുണ്ട്. ധനം സേവ് ചെയ്ത് വയ്ക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ചില സമയങ്ങളിൽ സേവ് ചെയ്ത് വച്ചിരിക്കുന്ന ധനം പോലും എടുത്ത് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ചിലവാക്കി കളയുന്നൊരവസ്ഥ. ബിസിനസ് ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കുക. കഴിഞ്ഞ മാസം നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു ലാഭം എത്രയാണോ അത് ഈ ഒരു മാസം ലഭിക്കുവാൻ സാധ്യത കുറവാണ്. അപ്പോൾ കൃത്യമായി ഈ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഗണപതി ഭഗവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പക്കനാളൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഗണപതി ഭഗവാൻ ഒരു ഗണപതി ഹോമമെല്ലാം കഴിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു വഴിപാടർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായി ഉണ്ടാകുകയും തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ വരികയും എല്ലാം ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു മാസമായി മാറുവാൻ വേണ്ടി ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കൂടാതെ ജാതകമൊന്ന് പരിശോധിക്കുക. ഈ തടസ്സങ്ങളാണ് ഈ ഒരു മാസ കാലഘട്ടം കൂടുതലായി വരുന്നു എന്നുണ്ടെങ്കിൽ ആദ്യമേ ജാതകം പരിശോധിക്കുകയും ഇപ്പോഴത്തെ ദശാപഹാരം മനസ്സിലാക്കി അതിൻ്റെ പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും ദോഷങ്ങൾ കുറയുകയും ചെയ്യും. ഇടവം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ. വോയിസ് മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് അതിനുള്ള മറുപടിയും നൽകുന്നത്. വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും ഏറെ ഉത്തമം. കൂടാതെ നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസവും നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നാളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദോഷങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയിലും പൂജയിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ പേരും നക്ഷത്രവും തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേരും നക്ഷത്രവും ആ പൂജയിൽ ഉൾപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, എന്താണ് വിഷയം എന്നുള്ളതും കൂടി എഴുതി അയയ്ക്കുക. എല്ലാ മാസവും നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേരും നാൾ ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റേതായ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, നേട്ടങ്ങൾ വന്നു തുടങ്ങിയെന്ന് മെസ്സേജിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കും അതിൻ്റേതായ മാറ്റമുണ്ടാകും. ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ്. അപ്പോൾ ഒരു രൂപ പോലും ചിലവില്ലാതെ ഞങ്ങൾ പ്രാർത്ഥനയിലും പൂജയിലും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ ഒരു മാസത്തിൽ ഇടവം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ സംസാരം മൂലം ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുകയാണ്. അപ്പോൾ വളരെ അധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. എടുത്തുചാട്ടം പാടില്ല. സംസാരം വളരെ അധികം ചിന്തിച്ച് ആലോചിച്ച് വളരെ ശ്രദ്ധയോടുകൂടി സംസാരിക്കുക. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ ജീവിതം തന്നെയാണ്. സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഒരു ചെറിയൊരു ജീവിതം ജീവിച്ച് തീർക്കുവാനുള്ളതാണ്. അതിനെ നിസ്സാരമായ വാശിയുടെ പേരിലും എടുത്തുചാട്ടത്തിൻ്റെ പേരിലും നമ്മുടെ അനാവശ്യമായ ഈഗോ ഉള്ളതുകൊണ്ടും എല്ലാം കളയേണ്ട ജീവിതമല്ല. അപ്പോൾ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി എടുത്തുചാട്ടം പാടില്ല. നിങ്ങളുടെ സംസാരം കൃത്യമായി നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക. സംസാരം മൂലമായിരിക്കും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ചേരുന്നത്. ക്ഷമിക്കുവാനും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനും സാധിച്ചു കഴിഞ്ഞാൽ ജീവിതം സ്വർഗതുല്യമാക്കി മാറ്റുവാൻ സാധിക്കും. നമ്മൾ ആ മനസ്സിൽ ആഗ്രഹിച്ചതും നമ്മുടെ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ സന്തോഷകരമായിട്ടൊരു ജീവിതം മുന്നിലേക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രം, ക്ഷമിക്കുക. സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം സ്നേഹത്തോടു കൂടി വിനയത്തോടു കൂടി സംസാരിക്കുക. ഇന്നത്തെ തലമുറയിൽപ്പെട്ട എല്ലാ വ്യക്തികൾക്കും ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. പലതരത്തിലുള്ള ആൾക്കാരുടെ ജാതകം പരിശോധിക്കുന്നത് മൂലം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുതന്നെയാണ്. എടുത്തുചാട്ടവും മുൻകോപവും വിട്ടുവീഴ്ച മനോഭാവവും ഇല്ലാത്തത് കൊണ്ടാണ് കുടുംബജീവിതത്തിൽ പലതരം പ്രശ്നങ്ങളും
പിരിയേണ്ടി വരികയും അകലേണ്ടി വരികയും സ്നേഹമില്ലാതെ ജീവിക്കേണ്ടി വരികയും ജീവിതത്തിൽ മറ്റ് വ്യക്തികൾ കടന്നു വരികയും ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പരസ്പരം മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സന്തോഷമായിട്ടൊരു ജീവിതം നയിക്കുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സംസാരമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ഒരു മാസം ഇത് വളരെ കൂടുതലായി കാണുവാൻ സാധ്യതയുണ്ട്. സ്വയം കൺട്രോൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. സ്ത്രീകളാണ് ഈ നക്ഷത്രത്തിൽ ഉൾപ്പെട്ട വ്യക്തികൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. സ്നേഹം എനിക്കുണ്ട്, ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണെന്ന് വാക്കുകൾ പറഞ്ഞാൽ പോരാ, അത് പ്രകടിപ്പിക്കുക. മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് മനസ്സിലാകണം ഇയാൾക്ക് എന്നെ ഭയങ്കര സ്നേഹമാണ്, ഇഷ്ടമാണ്, എനിക്ക് വേണ്ടി എന്നും ചെയ്യും എന്നുള്ളൊരു ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായാൽ മാത്രമേ നമുക്കൊരു സന്തോഷമായ ലൈഫ് ഉണ്ടാകാൻ സാധിക്കൂ. തിരിച്ച് ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾ പുരുഷന്മാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ, അതായത് നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോ നല്ല രീതിയിൽ കെയർ ചെയ്യുക. സ്ത്രീകൾക്ക് ആവശ്യം അവരെ നല്ല രീതിയിൽ നോക്കുകയും സംരക്ഷിക്കുകയും അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് സന്തോഷമായിട്ടൊരു ജീവിതം കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ സാമ്പത്തികം ഒരു വിഷയമേ അല്ല. അവരുടെ കേൾക്കാൻ ഒരു വ്യക്തി ഉണ്ടാകുക, അവർ പറയുന്നത് കേൾക്കുകയും അത് മനസ്സിലാക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും അതിനൊരു പരിഹാരം കാണണമെന്നൊരിക്കലും അവർ പറയില്ല. അതിൻ്റെ കൂടെ നിൽക്കുക, ഒരു താങ്ങായും തണലായും. അതാണ് എല്ലാ സ്ത്രീകളും പുരുഷനിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം നിങ്ങൾക്കും കൊടുക്കുവാൻ സാധിച്ചാൽ കുടുംബം അല്ലെങ്കിൽ ജീവിതം സന്തോഷകരമായി നമുക്ക് ജീവിച്ച് തീർക്കുവാൻ സാധിക്കും. ചെറിയൊരു ജീവിതമാണ്, നിസ്സാരമായ ജീവിതമാണ്. നമ്മൾ പറഞ്ഞ് തീരുമ്പോഴേക്കും ജീവിതം കഴിയുകയാണ്. കാരണം ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ എല്ലാവരും ജോലിക്ക് പോകുന്നവരായിരിക്കും. രാവിലെ എഴുന്നേറ്റ ഉടനെ ജോലിക്ക് പോകാനുള്ള തിരക്കായിരിക്കും. വീട്ടിലെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നു, തിരിച്ച് ഭക്ഷണം പാചകം ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് തിരക്കുകൾ. അത് കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം നിൽക്കുന്നത് 1, 2, 3 മണിക്കൂറാണ് നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതാണ്. അത് കഴിഞ്ഞ് വീണ്ടും കിടന്നുറങ്ങുന്നു, വീണ്ടും അതുപോലെ തന്നെയാണ് ദിനചര്യകൾ ആരംഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ കിട്ടുന്ന 1, 2 മണിക്കൂർ സമയം എല്ലാം മറന്നിട്ട് ഓഫീസിലെ കാര്യങ്ങളും ജോലി സംബന്ധമായ കാര്യങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും രോഗപ്രശ്നങ്ങളും എല്ലാം കൂടെ മറന്നിട്ട് 1, 2 മണിക്കൂറാണ് ജീവിതത്തിൽ കിട്ടുന്ന ഒരു ദിവസത്തിൽ. അത്രയും സമയം സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി പരസ്പരം സംസാരിക്കുകയും തമാശകൾ പറയുകയും ജീവിതം നല്ലൊരു ആനന്ദത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചാൽ ജീവിതത്തിലെ സ്വർഗം നിങ്ങൾക്ക് തന്നെ തീർക്കുവാൻ സാധിക്കും. ജീവിതം വെറും നിസ്സാരമാണ്. സന്തോഷത്തോടുകൂടി ജീവിക്കൂ, വിട്ടുവീഴ്ചകൾ ചെയ്യുക, കൂടാതെ സംസാരം നിയന്ത്രിക്കുക. ഇത്രയും പറയുവാൻ കാരണം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഓരോ കുടുംബത്തിനുള്ളിലും എടുത്തുചാട്ടവും സംസാരവും തന്നെയാണ് വളരെ പ്രശ്നങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ സംസാരം മൂലം ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൊരു ബുദ്ധിമുട്ട് വന്നാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. മറ്റൊരാളെ അയാൾ എന്നെ അത് പറഞ്ഞത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ സംസാരം നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് സന്തോഷകരമായിട്ടൊരു ജീവിതം നിങ്ങൾക്ക് തന്നെ ജീവിച്ച് തീർക്കുവാൻ സാധിക്കും. സംസാരം നിയന്ത്രിക്കൂ, ജീവിതം സന്തോഷകരമായി ജീവിക്കൂ. അതുപോലെ തന്നെയാണ് ബിസിനസ് ചെയ്യുന്ന സ്ഥാപനത്തിലും. നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അത് നിങ്ങളുടെ കസ്റ്റമർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് ആയിരിക്കാം, ആരായാലും ശരി, ആ വ്യക്തി ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിന് ഒത്ത രീതിയിലുള്ള സംസാരം, ബഹുമാനം കൊടുക്കേണ്ടിടത്ത് ബഹുമാനം കൊടുക്കുക, ചോദ്യം ചെയ്യേണ്ടിടത്ത് ചോദ്യം ചെയ്യുക. അപ്പോൾ നമ്മുടെ സംസാരം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി അതിനൊത്ത് നമ്മൾ മറുപടി പറയുകയും മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ബിസിനസ്സിൽ നല്ലൊരു നേട്ടം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും ഇതുപോലെ തന്നെയാണ്. നിങ്ങളുടെ സംസാരം മൂലം നിങ്ങളുടെ ജോലിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ വീഴ്ചകൾ സംഭവിക്കുവാനും സാധിക്കും. വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇതുകൊണ്ട് നേട്ടങ്ങളും അതുപോലെ ദോഷങ്ങളും ഉണ്ടാകാം. പ്രത്യേകിച്ച് പുരുഷന്മാർ, പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ സ്ത്രീജനങ്ങളുമായി സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം എന്താണ് പറയാൻ പോകുന്നതെന്ന് ആലോചിക്കുക. തമാശ പറയുമ്പോൾ പോലും വളരെ ശ്രദ്ധാപൂർവം പറയുക. അല്ലാത്ത പക്ഷം ഒരുപാട് അപവാദങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരും.
നമ്മൾ ആരെയാണോ കൂടുതൽ സഹായിക്കുവാനും അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഇടപെടാനും പോകുന്നത്, അപ്പോഴായിരിക്കും അപവാദങ്ങൾ കൂടുതൽ കേൾക്കേണ്ടി വരിക. സൂക്ഷിക്കുക. നിങ്ങളുടെ സംസാരം എടുത്തുചാട്ടവും കൊണ്ട് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ദോഷങ്ങൾ വരുവാൻ സാധ്യത കൂടുതലാണ്. ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ ജോലിയിൽ നേട്ടമുണ്ടാകാം, ബിസിനസ്സിൽ ലാഭമുണ്ടാകാം. വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള വിദ്യാർത്ഥികളിൽ നിന്നും സ്നേഹവും നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ലഭിക്കുവാൻ സാധിക്കും. അധ്യാപകരുടെ പ്രശംസ നേടുവാൻ സാധിക്കും. കുടുംബത്തിനുള്ളിൽ അംഗീകാരം നേടുവാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇതിനെല്ലാം നിങ്ങളുടെ സംസാരം നിയന്ത്രിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ ആനന്ദത്തോടു കൂടി നല്ലൊരു ജീവിതം ജീവിക്കുവാൻ സാധിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതലും ഈയൊരു മാസം ഭദ്രകാളി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ദുർഗാദേവി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ചാമുണ്ടേശ്വരി രൗദ്രദേവതകളായ ദേവിമാരുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും പുഷ്പാഞ്ജലി നടത്തുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പക്കന്നാൾ വരുമ്പോൾ ദേവിക്കൊരു കടുംപായസ വഴിപാടെല്ലാം നടത്തി പ്രാർത്ഥനയോടുകൂടി പൂജയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുന്നത് നിങ്ങളുടെ ആ ഒരു കോപം കുറയ്ക്കുകയും ശാന്തത കൈവരിക്കുവാനും സാധിക്കും. മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകയിരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള ചെറിയ രീതിയിലുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ ലഭിക്കുവാൻ വേണ്ടിയാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ നിങ്ങളുടെ ജാതകം നോക്കി കൃത്യമായ രീതിയിൽ അറിയുവാൻ വേണ്ടി നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പിൽ തന്നെ മെസ്സേജ് അയക്കൂ. വാട്സാപ്പിലൂടെ വോയിസ് മെസ്സേജ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് മറുപടിയും ലഭിക്കുന്നത്. ജാതകഫലം ഫോണിലൂടെ അറിയുവാൻ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ. നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസവും നടക്കാറുള്ള സർവകാര്യസിദ്ധി പൂജ, ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ, ഈ പൂജ ചെയ്യുന്നത് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി എന്നാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും ഒരു ദിവസത്തെ പൂജ അവർക്ക് വേണ്ടി നടത്തുകയുമാണ് ചെയ്യുന്നത്. ഇത്രയും ആൾക്കാർ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നതിൻ്റെ വേണ്ടി അല്ല, അവർ കാണുമ്പോൾ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എഴുതിയിടണം. അപ്പോൾ നേരിട്ട് പോയി എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. അതിനുവേണ്ടി ഗുരുക്കന്മാരുടെ ഉപദേശപ്രകാരമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഒരു ദിവസം പൂജ നടക്കുന്നത്. ആ പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ പേരും നക്ഷത്രവും, എന്താണ് ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, വിവാഹം നടക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, പലതരം ദോഷങ്ങൾ, ഇങ്ങനെ എല്ലാവർക്കും ഓരോ ദോഷങ്ങളുണ്ട്. വസ്തു കച്ചവടം നടക്കുന്നില്ല, അല്ലെങ്കിൽ ബിസിനസ് നടക്കുന്നില്ല, ഇങ്ങനെ. അപ്പോൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഞാൻ കൃത്യമായി ഇതെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അതിനുള്ള നമ്മുടെ പൂജയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി ഈ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും. ജീവിതത്തിൽ 100% ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പൂജയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരു 10% അതിനൊരു ആശ്വാസം ലഭിച്ചാൽ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ചെറിയൊരു മാറ്റമെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥനയും പൂജയും നടത്തി പോകുന്നത്. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, എന്താണ് പ്രശ്നമെന്നുള്ളത് അറിയിക്കുക. മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകയിരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാവിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പിതാവിനോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ, അതായത് അമ്മാവൻ, അമ്മായി, ഇങ്ങനത്തെ ഉള്ള വ്യക്തികളുടെ ആരോഗ്യ പ്രശ്നത്തിന് വേണ്ടി നിങ്ങൾ ധനം ചെലവാക്കുകയും സമയം കണ്ടെത്തുകയും ചെയ്യേണ്ട ഒരവസ്ഥയാണ് ഈ ഒരു മാസത്തിൽ കാണുന്നത്. അതായത് നിങ്ങളുടെ അമ്മ, അച്ഛൻ, അമ്മാവൻ, അമ്മായി, നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾക്ക് ധനം ചിലവാക്കേണ്ടി വരും. അവരോടൊപ്പം ഹോസ്പിറ്റൽ വാസമെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ദോഷമായിട്ടുള്ള അനുഭവമാണ് ജീവിതത്തിൽ വരാനിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു
ധനച്ചിലവ്, സമയനഷ്ടം, നമുക്ക് ഓഫീസിൽ പോകാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ, നമുക്ക് വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം തടസ്സപ്പെടുന്നു, ഇങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുക. കഴിയുമെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ മൃത്യുഞ്ജയ അർച്ചന നിങ്ങൾക്കും നിങ്ങളുടെ കൂടെ ഉള്ളവർക്കും വേണ്ടി അർപ്പിക്കുക. ജലധാര നടത്തുക. ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാന്റെ സഹസ്രനാമങ്ങളോ അഷ്ടോത്തരമോ ജപിക്കുന്നത് ഉത്തമം തന്നെയായിരിക്കും. ശിവക്ഷേത്ര ദർശനം നിത്യവും നടത്തുക. നിത്യവും ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. സഹോദരനിൽ നിന്നുള്ള സഹായം ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാളും ഇരട്ടിയായി നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ കൂടെ നിൽക്കുകയും നിങ്ങൾക്ക് ധനപരമായ സഹായം നേടിത്തരികയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ സഹായങ്ങളും ആ വ്യക്തിയെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് നേടിത്തരികയും എല്ലാം ചെയ്യും. അങ്ങനെ സഹോദരനിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും. പുതിയൊരു വീട് വയ്ക്കുവാനും അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുവാനും നല്ല രീതിയിൽ യോഗം കാണുന്നുണ്ട്. അപ്പോൾ വസ്തു വാങ്ങുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം വളരെ നല്ല കാലമാണ്. അതിനുവേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നേട്ടങ്ങൾ ഉറപ്പായും ഉണ്ടാകും. വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ മുന്നോട്ട് തന്നെ പോകുക. ഈ ഒരു മാസത്തിൽ അതിനൊരു തുടക്കം കുറിക്കുവാൻ വരെ സാധിക്കുന്ന സമയം തന്നെയാണ്. നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ഗ്രഹസംബന്ധമായിട്ട് പല കാര്യങ്ങൾക്കും നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. ഗ്രഹ ഉപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും. വാഹനം മേടിക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, നിങ്ങളിപ്പോൾ ഇതിനു വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ, നിങ്ങൾ ആഗ്രഹിച്ച എമൗണ്ടിൽ, നിങ്ങൾ സ്വപ്നം കണ്ടതുപോലൊരു വാഹനമോ അല്ലെങ്കിൽ ഒരു വസ്തുവോ ഒരു വീടോ വാങ്ങുവാൻ സാധിക്കും. കൂടാതെ വീട് മോടി പിടിപ്പിക്കുന്നതിനും വീട്ടിലെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിനും വേണ്ടി ധനം ചിലവാക്കുവാൻ സാധിക്കും. വീടും അതിലെ അത്യാവശ്യ സാധനങ്ങൾക്കും വേണ്ടിയെല്ലാം ധനം ചിലവാക്കാൻ പറ്റുന്ന ഒരു മാസം തന്നെയാണ്. അപ്പോൾ ചിലവ് ഒരല്പം കൂടുതലായിരിക്കും. അതിനുള്ള വരുമാനം ഏതെങ്കിലും മാർഗത്തിലൂടെ നമ്മുടെ കയ്യിൽ എത്തിച്ചേരും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ലോൺ ശരിയായി വരുന്നു, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കിട്ടില്ല എന്ന് കരുതി നമ്മൾ വെറുതെ കളഞ്ഞ ധനം നമുക്ക് തിരികെ കിട്ടുന്നു. ചിലപ്പോൾ ജോലിയിൽ പെൻഡിങ് ഉണ്ടായിരുന്ന സാമ്പത്തികം നമ്മളിനി കിട്ടില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച ധനം നമുക്ക് തിരികെ കിട്ടുന്നു. പലരും നമ്മളിന്ന് കടം വാങ്ങിച്ചിട്ട് നമുക്ക് തരില്ല എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് പോയ ആൾക്കാർ തിരികെ കൊണ്ട് തരുന്നു. ഇങ്ങനെ പല മാർഗത്തിലൂടെ നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് ധനം ലഭിക്കുകയും ആ ധനം കുടുംബത്തിന് വേണ്ടി, വീടിനോ അല്ലെങ്കിൽ വസ്തു വാങ്ങാനോ വാഹനം വാങ്ങുന്നതിനോ ഇതെല്ലാം മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാം ചിലവാക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അപ്പോൾ വീട് വസ്തുവൊക്കെ വാങ്ങുന്നവർ കൃത്യമായ രീതിയിൽ ആലോചിച്ച് നല്ലൊരു സ്ഥലമെല്ലാം കണ്ടുപിടിച്ച് വാങ്ങുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കുടുംബജീവിതം അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളൊന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. വിവാഹം നടക്കുന്നില്ല എന്ന് കരുതി ഇങ്ങനെ വിഷമിച്ചിരുന്ന വ്യക്തികളാണ് ഈ നക്ഷത്രക്കാർ എന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം ഇതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹിച്ചതുപോലെ ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരികയും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുവാനും സാധിക്കും. പിരിഞ്ഞിരുന്ന ദമ്പതിമാർക്ക് ഒന്നു ചേരുവാൻ സാധിക്കുന്ന മാസം തന്നെയാണിത്. നിങ്ങൾ പരസ്പരം അകന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സ് വെച്ചാൽ വീണ്ടും ഒരുമിക്കുകയും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാനും സാധിക്കും. കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കി പിണങ്ങി ഇരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കും അവരുടെ പിണക്കമെല്ലാം മാറ്റി സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു മാസവും കൂടിയാണ്. ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൈവരിച്ച് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി മഹാദേവനെ പ്രാർത്ഥിക്കുക.
ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഭഗവാന്റെ നാമമെല്ലാം ജപിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള ചെറിയ രീതിയിലുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കൂടാതെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പിൽ തന്നെ മെസ്സേജ് ചെയ്യുക. വോയിസ് മെസ്സേജായിട്ട് നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതായിരിക്കും. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ. നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസത്തും നടന്നു വരുന്ന ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നമ്മുടെ പ്രേക്ഷകരുടെ പേരും നക്ഷത്രവും അവർ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പൂജയും പ്രാർത്ഥനയും നടത്തുകയാണ്. അപ്പോൾ താല്പര്യമുള്ള പ്രേക്ഷകർ നിങ്ങളുടെ പേരും നക്ഷത്രവും എന്താണ് ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെന്നും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൃത്യമായി അത് നോട്ട് ചെയ്യുകയും നിങ്ങളുടെ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ വളരെ കുറച്ചെങ്കിലും ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം കൊണ്ടുവരുവാൻ സാധിച്ചാൽ അത് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു വിജയം തന്നെയായിരിക്കും. കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുണർദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു മാസം തന്നെയാണ്. സാമ്പത്തിക നേട്ടം ഉണ്ടാകും എന്നുണ്ടെങ്കിലും വരവിനേക്കാളും കൂടുതൽ ചിലവും അതിനോടൊപ്പം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ചിലവിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു മാസക്കാലഘട്ടം സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും. സാമ്പത്തിക നേട്ടം വരുമ്പോൾ അതിനോടൊപ്പം തന്നെ ചിലവും ജീവിതത്തിൽ വരികയാണ്. അപ്പോൾ സേവ് ചെയ്യുവാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ സേവ് ചെയ്യുക. നിങ്ങൾക്ക് ഏകദേശം ഒരു 20,000 രൂപയാണ് സാലറി എന്ന് കരുതുക. സാലറി കയ്യിൽ കിട്ടിയ ഉടൻ തന്നെ അതിൽ നിന്നും ഒരു 5,000 രൂപ അങ്ങ് മാറ്റി വയ്ക്കുക. അതാണ് നമ്മുടെ സേവിങ്സ്. ബാക്കിയുള്ള ധനം വച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരും. അപ്പോൾ നമുക്കൊരു 50,000 രൂപയാണ് സാലറി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 4-1 സേവ് ചെയ്യുവാൻ നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ മനസ്സിലെ കണക്കുകൂട്ടൽ ആ ഒരു 75% സാലറി മാത്രമായിരിക്കണം. 40,000 രൂപ സാലറി ഉള്ളൊരു വ്യക്തിക്ക് അയാളുടെ മനസ്സിൽ എനിക്കൊരു 30,000 രൂപ മാത്രമേ സാലറി ഉള്ളൂ എന്ന് കരുതി ചിന്തിച്ച് ചിലവാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതത്തിൽ സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ചിലവുകൾ വളരെ കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലവിൻ്റെ കാര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. സംസാരവും എടുത്തുചാടിയുള്ള പ്രവൃത്തികളും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുവാൻ സാധിക്കും. വിവാഹം നടക്കുവാതിരുന്ന വ്യക്തികൾക്ക്, ഏറെ നാളുകളായി വിവാഹം നടക്കുന്നില്ല എന്ന് കരുതി വിഷമിച്ചിരുന്ന വ്യക്തികൾക്ക് വിവാഹം നടക്കുവാൻ സാധ്യത വളരെ കൂടുതലായി ഈ ഒരു മാസക്കാലഘട്ടം കാണുന്നുണ്ട്. അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടിയുള്ള നിങ്ങൾ ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ
വിവാഹം ആലോചിക്കുന്ന വ്യക്തികൾ ഈ ഒരു മാസക്കാലഘട്ടത്തിൽ ആത്മാർത്ഥമായി ശ്രമിക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു മാസക്കാലഘട്ടം തന്നെയായിരിക്കും. പ്രണയിക്കുന്നവർക്കും അവരുടെ പ്രണയബന്ധങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും പിരിയുവാനും അകലുവാനുമെല്ലാം സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അവർ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ചെറിയ രീതിയിലുള്ള മടി അലസതകൾ എല്ലാം വന്നു തുടങ്ങുന്ന കാലഘട്ടമാണ്. ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾ മടി അലസതയെല്ലാം മാറ്റിവെച്ച് വളരെ സ്മാർട്ടായി ആത്മാർത്ഥതയോടുകൂടി പഠിത്ത കാര്യം മുന്നോട്ട് കൊണ്ടുപോയാൽ അവർക്കും ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളും ഇതുപോലെ തന്നെയാണ്. ജോലിയിൽ നല്ലൊരു ആത്മാർത്ഥത കാണിക്കുക. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ, നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാനെ പൂജിക്കുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. കഴിയുമെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലോ നരസിംഹസ്വാമി ക്ഷേത്രത്തിലോ ഭഗവാന്റെ അവതാരമുള്ള ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു മാസത്തിലോട്ട് നമുക്ക് എത്തിച്ചേരുവാൻ വേണ്ടി വിഷ്ണു ഭഗവാന്റെ നാമം ജപിക്കുകയും ക്ഷേത്രദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഏറെ ഉത്തമമായിരിക്കും. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം, പൂരം, ഉത്രം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് കൃത്യമായും ലഭിക്കുവാൻ വേണ്ടിയാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പിൽ തന്നെ മെസ്സേജ് അയയ്ക്കുക. വാട്സാപ്പിൽ തന്നെ വോയിസ് റെക്കോർഡായിട്ട് മറുപടി ലഭിക്കുന്നതായിരിക്കും. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ. നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസവും നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പൂജയും പ്രാർത്ഥനയും നടന്നു വരികയാണ്. അപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും വിഷയവും എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിൽ നിന്നും നമ്മളതിനെ നോട്ട് ചെയ്യുകയും നിങ്ങളുടെ വിഷയം എന്താണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി നിങ്ങളുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും. പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയൊരു ശതമാനമെങ്കിലും മാറ്റം കാണുവാൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ജോലി സംബന്ധമായ കുടുംബജീവിതത്തിലോ സാമ്പത്തിക പ്രശ്നമോ എന്തു തന്നെയായാലും നിങ്ങളുടെ പേരും നക്ഷത്രവും വിഷയവും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ ജോലി സംബന്ധമായി ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട്. സൂക്ഷിക്കുക. പ്രത്യേകിച്ചും പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളും നിത്യവും ജോലി ചെയ്യുന്ന അതായത് ഡെയിലി വേക്കൻസി ആയിട്ട് ജോലി ചെയ്യുന്ന വ്യക്തികളും വളരെയധികം സൂക്ഷിക്കുക. ഡ്രൈവർ ജോലി ചെയ്യുന്ന വ്യക്തികൾ, കെട്ടിട പണിക്കാർ, കൃഷി ചെയ്യുന്ന വ്യക്തികൾ, അങ്ങനെ നിത്യജീവിതത്തിന് വേണ്ടി നിത്യവും ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികളുടെ ആ ഒരു ജീവിത ഉപാധിയായ ജോലി എന്തു തന്നെയാണോ അതിന് തടസ്സങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിൽ ജോലി ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുക, വരുമാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഈ ഒരു മാസത്തിൽ അങ്ങനെ കാണുന്നുണ്ട്. വാഹനം ഓടിക്കുകയും വാഹന സംബന്ധമായ ജോലികൾ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന വ്യക്തികളൊക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ജോലി കുറഞ്ഞു വരുന്ന ഒരവസ്ഥ
ഒരു ദിവസം 2000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ 500 രൂപയായിരിക്കും അന്നേ ദിവസം കിട്ടുന്നത്. ചിലപ്പോൾ 1000 രൂപയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് 200 രൂപയായിരിക്കും കിട്ടുന്നത്. ഒരുപാട് നമ്മുടെ സാധാരണക്കാരുണ്ട്. ഓട്ടോറിക്ഷ ഓടിക്കുന്ന വ്യക്തികൾ, നിത്യവും കെട്ടിടപ്പണിക്ക് ജോലിക്ക് പോകുന്ന വ്യക്തികൾ, അങ്ങനെ ഒരുപാട് ആൾക്കാർ. അപ്പോൾ അവർക്കൊക്കെ ജോലി സംബന്ധമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്രദർശനം നടത്തി അയ്യപ്പസ്വാമിക്ക് ഒരു നീരാഞ്ജനം കഴിപ്പിക്കുകയൊക്കെ ചെയ്യുകയോ അല്ലെങ്കിൽ നെയ്വിളക്ക് കഴിപ്പിക്കുകയോ നെയ്യ് അഭിഷേകം നടത്തുകയോ അതിനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ഒരു പുഷ്പാഞ്ജലി നടത്തുകയോ, ഇനി അതിനും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് ഏറെ ഉത്തമമായിരിക്കും. യഥാശക്തി വഴിപാടുകൾ കഴിപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ കയ്യിൽ 100 രൂപയുണ്ടെങ്കിൽ അതിനനുസരിച്ച് വഴിപാട് നടത്താം. 50 രൂപയുണ്ടെങ്കിൽ അതിനനുസരിച്ച് വഴിപാട് നടത്താം. 10 രൂപയുണ്ടെങ്കിൽ അതിനനുസരിച്ച് വഴിപാട് നടത്താം. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഭഗവാനെ കണ്ട് മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അഷ്ടോത്തരമോ സഹസ്രനാമമോ അല്ലെങ്കിൽ ഭഗവാന്റെ മന്ത്രജപങ്ങളോ ശരണം വിളികളോ ഇതൊക്കെ ഒന്ന് ജപിക്കുക. നടയിലിരുന്നൊരു 10 മിനിറ്റ് ചെയ്തിട്ട് നിങ്ങൾ പുറത്തോട്ടിറങ്ങി നോക്കണം. നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടൊരു നേട്ടമുണ്ടാകും. തടസ്സങ്ങളൊന്നും മാറിക്കിട്ടും. അപ്പോൾ ചെയ്യേണ്ടത് അയ്യപ്പസ്വാമിയെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കലിയുഗ വരദനാണ് അയ്യപ്പസ്വാമി. അപ്പോൾ ഈ ഒരു യുഗത്തിൽ പൂജിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദേവനാണ് അയ്യപ്പൻ. അയ്യപ്പന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ദുരിതങ്ങളുണ്ടെങ്കിലും അത് മാറിക്കിട്ടും. ജോലി സംബന്ധമായി വരുന്ന ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതെല്ലാം മാറുന്നതിന് ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്ന ഉത്തമമായിരിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതത്തോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുക ഏറെ നല്ലതാണ്. വ്രതം എന്ന് പറയുമ്പോഴേക്കും ഭക്ഷണം കഴിക്കാതിരിക്കണം എന്നതല്ല. നോൺ വെജ് എല്ലാം ഉപേക്ഷിച്ച് ശനിയാഴ്ച ദിവസങ്ങൾ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഉണരുക, ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് അന്നത്തെ നിങ്ങളുടെ ജോലികൾ തുടരുക. വൈകുന്നേരവും കഴിയുമെന്നുണ്ടെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന്റെ നാമമൊക്കെ ഒന്ന് ജപിക്കുക. കഴിയുമെങ്കിൽ ഒരു പുഷ്പാഞ്ജലിയോ നീരാഞ്ജനമോ നെയ്വിളക്കോ വഴിപാടോ എന്തെങ്കിലും ഒന്ന് നടത്തുക. എല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുകയും നിങ്ങളുടെ ജോലി സംബന്ധമായ തടസ്സങ്ങൾ മാറുകയും ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. പലതരം ബിസിനസ് ചെയ്യുന്ന വ്യക്തികളുണ്ട്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ബിസിനസ് ചെയ്യുന്നവരും നിത്യം ജീവിതത്തിന് വേണ്ടി ഓരോ കച്ചവടങ്ങൾ ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളും. ഇവർക്കെല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് തടസ്സം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ തടസ്സങ്ങൾ മാറുന്നതിനും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും വിജയങ്ങൾ കൈവരിക്കുന്നതിനും വേണ്ടി അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ജീവിതത്തിലുണ്ടാകുന്ന ബിസിനസ്സിൻ്റെ പരാജയം, ജോലിയുടെ തടസ്സങ്ങൾ ഇതെല്ലാം മാറുന്നതിന് ഏറെ ഉത്തമം തന്നെയായിരിക്കും. മനസ്സിൽ എന്ത് കാര്യമാണോ ശരി എന്ന് തോന്നുന്നത് ആ കാര്യം അതേ സമയത്ത് ചെയ്ത് തീർത്താൽ നല്ലതേ വരികയുള്ളൂ. ഈശ്വര പ്രാർത്ഥനയോടുകൂടി നടക്കുന്ന വ്യക്തികൾ, ഭഗവാനെ വിചാരിച്ചുകൊണ്ട് ക്ഷേത്രദർശനമെല്ലാം നടത്തുകയും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അത് തോന്നുകയാണെങ്കിൽ ഇന്ന് അവിടെ പോകണ്ട, ചിലപ്പോൾ പോയാൽ അത് ശരിയാകില്ല, അങ്ങനെ തോന്നുകയാണെങ്കിൽ പോകരുത്. കൃത്യമായി നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നടക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു മാസം തന്നെയാണ്. ധൈര്യവും എടുത്തുചാട്ടവും ഇത്തിരി കൂടുതലായിരിക്കും. മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ പോയി തലയിടുകയും എന്നാൽ ആ പ്രശ്നം മുഴുവനും അവസാനം നമ്മുടെ തലയിലാകുകയും അതിൻ്റെ പിന്നാലെ നമ്മൾ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂക്ഷിക്കുക. ഏറെക്കുറെ കുടുംബജീവിതത്തിലാണ് ഈ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ തീർക്കുവാനായിട്ട് പോയി ഇടപെടുകയും തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും അതിനേക്കാളും വലിയ പ്രശ്നമായിരിക്കും നമ്മുടെ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ പോയി ഇടപെടാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. സാമ്പത്തിക സഹായം ചെയ്യാതിരിക്കുന്നത് ഉത്തമമായിരിക്കും. കാരണം പറ്റിക്കപ്പെടുവാൻ വളരെ എളുപ്പമാണ്. നിങ്ങളെ പറ്റിക്കുവാൻ വളരെ എളുപ്പമാണ്. സാമ്പത്തികപരമായി ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തി തന്നെ കൊടുക്കുക. തിരിച്ച് കിട്ടും എന്ന് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ സഹായിച്ചു കഴിഞ്ഞാൽ ആ ധനം തിരികെ കിട്ടുവാൻ പോകുന്നില്ല. അപ്പോൾ ജോലി, ബിസിനസ്, സാമ്പത്തിക ചിലവുകൾ ഇതെല്ലാം വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. വിദ്യാർത്ഥികൾ മടിയും അലസതയും മാറ്റിവെച്ച് പഠിച്ചാൽ മാത്രമേ
നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. വിദ്യാഭ്യാസപരമായ തടസ്സങ്ങൾ, കുടുംബജീവിതത്തിലുള്ള കലഹങ്ങൾ. സ്വന്തം കാര്യം നോക്കി സന്തോഷമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങൾ മാറുന്നതിനും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും അയ്യപ്പസ്വാമി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. കന്നിരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അവയ്ക്കുള്ള ചെറിയ രീതിയിലുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിത്യവും ഓരോ വീഡിയോസ്, പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. പുതിയ വിവരങ്ങളും പുതിയ കാര്യങ്ങളും നമുക്ക് അറിയുവാൻ സാധിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ ജാതകഫലം കൃത്യമായി വോയിസ് മെസ്സേജായിട്ട് തന്നെ മറുപടി ലഭിക്കുന്നതായിരിക്കും. ജാതകഫലം അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ. നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്ന വ്യക്തികൾക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയ രീതിയിൽ പരിഹാരം കാണുന്നതിന് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകർ, നിങ്ങളുടെ പേരും നക്ഷത്രവും, ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേര്, നക്ഷത്രം, ജോലിയില്ല എന്നുണ്ടെങ്കിൽ ജോലി, സാമ്പത്തികമാണെങ്കിൽ അത്, വിവാഹം നടക്കുന്നില്ലെങ്കിൽ അങ്ങനെ, കുടുംബ പ്രശ്നമാണെങ്കിൽ അങ്ങനെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കുകയും പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും വിഷയവും ഉൾപ്പെടുത്തി പൂജ നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം കൊണ്ടുവരുവാൻ ഞങ്ങളുടെ പൂജയിലൂടെ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷവും. പലരും കമൻറ്റ് ചെയ്യാറുണ്ട്, പല കാര്യങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ അനുഭവിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി മാത്രമായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയെങ്കിലും എനിക്ക് ചെയ്യുവാൻ സാധിച്ചാൽ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കൃത്യമായി പേരും നക്ഷത്രവും ഒന്ന് രേഖപ്പെടുത്തുക. നമ്മുടെ കന്നിരാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാർക്ക് ഈയൊരു മാസത്തിൽ ഭാഗ്യ തടസ്സങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതൊരു ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നില്ല. ഭാഗ്യം ഇല്ലാതെ വരുന്നൊരവസ്ഥ, ദൈവ അനുഗ്രഹം കുറഞ്ഞു വരുന്നൊരവസ്ഥ, എന്ത് കാര്യത്തിനിറങ്ങിയാലും അത് കൃത്യമായി നടക്കാത്തൊരവസ്ഥ, ഇത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈയൊരു സമയം നമുക്ക് വേണ്ടത് എന്താണ്? ഈശ്വര പ്രാർത്ഥന, ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുക. ഏറ്റവും നല്ലത് ദേവിയെ പ്രാർത്ഥിക്കുന്ന, ശാന്തരൂപിണിയായ ദേവി, ലക്ഷ്മി, അന്നപൂർണേശ്വരി, ഭുവനേശ്വരി, ഇങ്ങനെയുള്ള ദേവിമാരെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. ലക്ഷ്മി ദേവിയൊക്കെ കൂടുതലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ധനപരമായിട്ടുള്ള ആ ഒരു തടസ്സങ്ങൾ നമുക്ക് മാറിക്കിട്ടും, നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ ഇതെല്ലാം മാറുന്നതിന് ദേവിയെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകൂ. ദേവിയുടെ നാമങ്ങൾ ജപിക്കുക, ദേവിയെ പൂജിക്കുക, ദേവി ക്ഷേത്ര ദർശനം നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു മാസത്തിൽ സംഭവിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ധനം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്, അനാവശ്യമായി ചിലവാകുവാൻ സാധ്യത, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കപ്പെടുവാൻ സാധ്യത, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് മോഷണം പോകുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കളഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ധനപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള രേഖകൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ, ഇപ്പോൾ സ്വർണം, വെള്ളി പോലുള്ള ആഭരണങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനങ്ങൾ, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, അങ്ങനെ വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിക്കുക. മോഷണം പോകുക, മറന്നു വയ്ക്കുക, അല്ലെങ്കിൽ കളഞ്ഞു പോവുക, ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ നടക്കാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്.
കാരണം ഒരു നിസ്സാരമായ വസ്തുവായാലും ശരി, നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് അത് വാങ്ങുന്നത്. വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു പേന ലഭിക്കുന്നത് തന്നെ വീട്ടുകാർ വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. വീട്ടുകാർ ആ പേന വാങ്ങുവാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുകയാണെന്ന് അവർക്കേ അറിയാവൂ. നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾ അവർ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു വലിയൊരു തുക എടുത്തായിരിക്കും ഒരു പുസ്തകമോ പേനയോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണോ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. അതിന് കേടുപാട് സംഭവിക്കുകയോ കളഞ്ഞു പോവുകയോ മോഷണം പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്കൊക്കെ അത് നിസ്സാരമായിട്ടേ തോന്നുകയുള്ളൂ. എന്നാൽ അത് കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുത്ത വ്യക്തികൾക്ക് മാത്രമേ അതിൻ്റെ വില അറിയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വിലപ്പെട്ട വസ്തുക്കൾ, സ്വർണം, പണം, മറ്റു വസ്തുക്കൾ, ഇവയെല്ലാം സൂക്ഷിക്കുക. കളഞ്ഞു പോകുവാനും മോഷണം പോകുവാനും മറന്നു വെച്ചു പോകുവാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. ചെറിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ വന്നാൽ കൂടി അത് ശ്രദ്ധിക്കുക. കൃത്യമായ രീതിയിൽ ചെക്കപ്പ് ചെയ്യുക, അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക. അങ്ങനെ ചെയ്തു പോയാൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുകയും സന്തോഷകരമായ ജീവിതം നയിക്കുവാനും സാധിക്കും. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. നമ്മുടെ നഖത്തിന് ഒരു കേട് സംഭവിച്ചാൽ നമ്മുടെ ജീവിത രീതി തന്നെ മാറിപ്പോകും. എന്തിനേറെ, ഒരു ദിവസം രാവിലെ നിനക്കും കുറച്ച് മുടി കൂടുതലൊന്ന് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോവുകയാണ്. പിന്നെ ടെൻഷനാണ്, മാനസിക ബുദ്ധിമുട്ടാണ്, മുടി കൊഴിയുമോ, എല്ലാം പോകുമോ, ഇങ്ങനത്തെ ടെൻഷനാണ്. അതാണ് ഇവിടെ നമ്മുടെ ആരോഗ്യം, അതിലൊരു മുടിനാരിന് പോലും കേട് സംഭവിച്ചാൽ നമുക്ക് താങ്ങുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ കൃത്യമായ രീതിയിൽ നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് നല്ലത് തന്നെയാണ്. നിങ്ങളുടെ ആഹാര രീതി, ഭക്ഷണം കഴിക്കുമ്പോൾ അത് കൃത്യമായ രീതിയിൽ അതിൻ്റേതായ എക്സസൈസ്, യോഗ, ആഹാരത്തിൻ്റെ കൃത്യനിഷ്ഠത ഇതെല്ലാം പാലിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു ശരീരം നിലനിർത്തുവാനും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ. ഒരാഴ്ച പനി വന്ന് ജോലിക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ കുടുംബത്തിൽ ദാരിദ്ര്യം കൊണ്ട് നിറയും. അപ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കുക. ഈ ഒരു മാസത്തിൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ആരംഭത്തിൽ തന്നെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്യുക, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അത് നേരത്തെ പോയി കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് തന്നെ അസുഖം മാറും. സൂക്ഷിക്കുക, വിലപ്പെട്ട രേഖകൾ സൂക്ഷിക്കുക, ആരോഗ്യം സൂക്ഷിക്കുക, കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ കൃത്യമായി ഹാൾ ടിക്കറ്റ് ആൻഡ് നമ്മുടെ ID കാർഡ് ഇതെല്ലാം കൃത്യമായി നോട്ട് ചെയ്ത് പോകുക. അവിടെ പോയി കയറുമ്പോഴേക്കും കയ്യിൽ ഇതില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു മാസം സൂക്ഷിക്കുക. പുതിയ അഡ്മിഷനെല്ലാം എടുക്കുന്നവർ രേഖകളെല്ലാം കൃത്യമായി സൂക്ഷിക്കുക. വിദ്യാർത്ഥികൾക്കാണ് കൂടുതലും ബാധിക്കുന്നത്. വിദ്യാഭ്യാസപരമായ തടസ്സം വരാൻ സാധ്യത. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു മാസത്തൊക്കെ സംഭവിക്കുന്നത് അഡ്മിഷന് വേണ്ടിയുള്ള ഓട്ടമായിരിക്കും. അപ്പോൾ അഡ്മിഷന് പരമായ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളൊരു ജാതകമൊക്കെ ഒന്ന് പരിശോധിക്കുക. ഏത് സ്ഥലത്തോട്ട് നമുക്ക് ജോലിക്ക് പോകുവാനാണ് ജാതകത്തിൽ യോഗം കാണുന്നത്, അപ്പോൾ ഏത് വിഷയം നമുക്ക് പഠിക്കുവാൻ സാധിക്കും, ഇതൊക്കെ ജാതകം ഒന്ന് പരിശോധിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകുവാൻ വേണ്ടി മടി, അലസതയെല്ലാം മാറ്റിവെച്ച് ഓർമ്മശക്തിയോടുകൂടി കൃത്യമായ ഒരു ഉത്തരവാദിത്വത്തോടുകൂടി എല്ലാ കാര്യവും ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേട്ടങ്ങളുണ്ടാകുകയും വിജയങ്ങൾ കൈവരിക്കുകയും ജീവിതത്തിൽ സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് പൂജിച്ച് മുന്നോട്ട് പോകുന്നത് ഒരുപാട് ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഐശ്വര്യമായിട്ട് ഒരു ജീവിതം നയിക്കുവാനും സാധിക്കും. തുലാം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ലഭിക്കുവാൻ വളരെ എളുപ്പമായിരിക്കും. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ. നമ്മുടെ ചാനൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോസ് കാണുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി ക്ഷേത്രത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ
നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് അതിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ പേരും നക്ഷത്രവും, എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്. വിവാഹം നടക്കുന്നില്ല, വിദ്യാഭ്യാസമായ തടസ്സം, വിദേശത്ത് പോകുവാൻ സാധിക്കുന്നില്ല, ധനനഷ്ടം, കടബാധ്യത, രോഗങ്ങൾ, എന്താണോ അതെല്ലാം ഒന്ന് എന്താണെന്നുള്ളത് പേരും നക്ഷത്രവും വിഷയവും കൂടി എഴുതിയിടുക. നിങ്ങളത് കൃത്യമായി രേഖപ്പെടുത്തുകയും പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഒരുപാട് ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി എനിക്ക് ചെയ്യുവാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്നാൽ കഴിയുന്നത് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നതാണ്. പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചെറിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ജാതക സംബന്ധമായ വിവരങ്ങൾ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ. തുലാം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ചിത്ര, ചോതി, വിശാഖം എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ വീട് മാറി താമസിക്കുവാൻ സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ നിങ്ങൾ വാടക വീട്ടിലായിരിക്കും, അവിടെ നിന്ന് മാറി മറ്റൊരു മനോഹരമായ വീട്ടിലിട്ട് പോകാൻ സാധ്യത. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബ വീട്ടിൽ നിന്ന് മാറി നിങ്ങൾ സ്വന്തമായിട്ടൊരു വീട്ടിലിട്ട് പോകുവാൻ സാധ്യത. അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് ഇവിടെ നിന്ന് മാറി ദൂര സ്ഥലത്തേക്ക് പോകാൻ സാധ്യത. അതുമല്ലെങ്കിൽ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ പഠിത്തത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി വീട് വിട്ട് മാറി ഹോസ്റ്റലിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീട്ടിലോട്ട് താമസം മാറാനുള്ള സാധ്യത, ഇതെല്ലാം കൂടുതലായി കാണുന്ന ഒരു മാസം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് അലസതയും മടിയും വളരെ കൂടുതലായി കാണുന്ന മാസമാണ്. കൃത്യമായി സ്മാർട്ടായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഇനിയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. ഉയരങ്ങളിൽ എത്തുകയും നല്ലൊരു ജോലി, നല്ലൊരു വരുമാനം ഇതെല്ലാം നേടണമെന്നുണ്ടെങ്കിൽ അലസതയും മടിയും എല്ലാം മാറ്റിവെക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്തേ പറ്റുകയുള്ളൂ. മടിയും അലസതയും മാറ്റിവെച്ച് നിങ്ങൾ ആത്മാർത്ഥമായി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലിയിൽ നിങ്ങൾക്ക് കയറുവാൻ സാധിക്കും. എല്ലാവർക്കും ഒരു മോഹം കാണും. കാരണം സ്വപ്നം കാണുന്നവൻ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയുള്ളൂ. സ്വപ്നം കാണുക. ഇപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് പരീക്ഷയൊക്കെ എഴുതി ഉന്നത മാർക്കെല്ലാം നേടിയിരിക്കുന്ന വ്യക്തികളായിരിക്കും. നിങ്ങൾ സ്വപ്നം കാണുക. എനിക്ക് 10 വർഷത്തിന് കഴിയുമ്പോൾ ഞാൻ ഇന്ന പൊസിഷനിൽ നിൽക്കും, അല്ലെങ്കിൽ ഒരു 7 വർഷം കഴിയുമ്പോഴേക്കും ഞാനൊരു ജോലി വാങ്ങും. അപ്പോൾ നമ്മൾ +2 പോകുമ്പോൾ ആ ഒരു വിഷയം നമുക്ക് പഠിക്കുവാനെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ വളരെ പ്ലാനിങ്ങോടുകൂടി അടുത്തൊരു വിഷയത്തിൽ പഠിക്കാൻ പോകും. അത് നമ്മുടെ മനസ്സിൽ ഇനി പഠിക്കുന്നത് ജോലിക്ക് വേണ്ടിയാണ്. നമ്മുടെ ജീവിതം നമ്മൾ എന്തായി തീരണമെന്നൊരു ലക്ഷ്യം മനസ്സിലുണ്ടാകുക. ഇപ്പോൾ എല്ലാവർക്കും പോലീസാകുവാനും എല്ലാവർക്കും ഡോക്ടറാകുവാനും എല്ലാവർക്കും എഞ്ചിനീയർ ആകുവാനും എല്ലാവർക്കും ഗവൺമെൻറ് ജോലി നേടുവാനും സാധിക്കുകയില്ല. നമുക്കിഷ്ടം ഏതാണോ അതിൻ്റെ പിന്നാലെ പോകുക. ഇഷ്ടപ്പെട്ട ജോലി അതെത്ര കഷ്ടപ്പെട്ടായാലും നമ്മൾ ചെയ്യും. അതിന് വരുമാനം കുറവായാലും കുഴപ്പമില്ല, ജോലി ഭാരം കൂടുതലായാലും കുഴപ്പമില്ല. കാരണം നമുക്കത് ഇൻട്രസ്റ്റാണ്. ഞാൻ ഒരുപാട് ആൾക്കാരത്ത് സംസാരിക്കുമ്പോൾ അവർ കേട്ടിട്ടുണ്ട് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ് പലർക്കും. അവരാദ്യം ചെറുതായിട്ടൊരു ഓട്ടോറിക്ഷ ആയിരിക്കും ഓടിക്കുന്നത്, പിന്നെ കാർ ഓടിക്കും, പിന്നെ വലിയൊരു വേൻ ഓടിക്കും, പിന്നെ വലിയ ബസ്സുകൾ ഓടിക്കുന്നു, ലോറി, വലിയ ട്രക്കുകളൊക്കെ ഓടിക്കുന്നു. അവരുടെ ക്രൈസ് അതാണ് ഡ്രൈവിംഗ്. എത്ര രാത്രി വേണമെങ്കിലും ഉറങ്ങാതിരുന്ന് വണ്ടി ഓടിക്കും. അവരുടെ ആഗ്രഹത്തിനൊത്തൊരു ജോലി അവർ നേടി, അതിൽ നിന്ന് ഒരു ധാരാളം ധനം സമ്പാദിക്കുന്നു, സന്തോഷമായി ജീവിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ വരുമാനം വാങ്ങിച്ച് ജീവിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ബിസിനസ്മാനോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ജോലിയുടെ ഒരു ഡോക്ടറോ ഒരു എഞ്ചിനീയറോ ഒരു അഡ്വക്കേറ്റോ വാങ്ങുന്നതിൻ്റെ 10-1 വരുമാനമായിരിക്കും ആ വ്യക്തി വാങ്ങുന്നത്. പക്ഷേ സന്തോഷം നോക്കുമ്പോൾ ആ വ്യക്തിക്കായിരിക്കും സന്തോഷം. ടെൻഷനില്ല, ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് സന്തോഷമായി ജീവിക്കുന്നു, ഹാപ്പിയായി ജീവിക്കുന്നു. ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, സന്തോഷമായിട്ടാണ് ജീവിക്കുക. നമ്മുടെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കുക. നമ്മുടെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമേ പ്ലാനിങ് വേണം. മടി അലസത കൊണ്ട് നടന്നാൽ വിദ്യാർത്ഥികൾക്ക് ഉന്നതിയിലെത്തുവാൻ സാധിക്കുകയില്ല. ഇത്രയും വിശദമായി പറഞ്ഞത് അതുകൊണ്ടാണ്. മടി അലസത മാറ്റിവെക്കുക. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്ലാൻ ചെയ്ത സ്ഥലത്ത് നിങ്ങൾക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടണമെന്നുണ്ടെങ്കിൽ മടി അലസതയെ മാറ്റി പഠിക്കുക. നിസ്സാരം ഒരു ഡ്രൈവർ ആവാൻ വേണ്ടി അതിനും ടെസ്റ്റുണ്ട്, അത് പഠിക്കുക.
ഡോക്ടറാവണോ അതിനുവേണ്ടി പഠിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ മത്സരമാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ മത്സരിക്കുന്നതിൻ്റെ കൂട്ടത്താണ് ഒരു പുഴുവിനെ പോലെ നമ്മളും മത്സരിക്കുവാൻ വേണ്ടി ഇറങ്ങുന്നത്. അവിടെ നമ്മൾ എത്തുക എൻ്റെ ലക്ഷ്യസ്ഥാനത്ത്. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. ഒന്ന് നോക്കൂ, വളരെ നിസ്സാരമാണ്. ഈ PSC ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര കഠിനമായി പഠിച്ച് എഴുതുകയാണ്. പക്ഷെ പഠിക്കുന്നത് ഒരു 5 വർഷ കാലഘട്ടം ആത്മാർത്ഥമായി പഠിച്ചു കഴിഞ്ഞാൽ ലൈഫ് സെറ്റിലാണ്, നല്ലൊരു ജോലി ലഭിക്കും. അതൊരു പ്രൈവറ്റ് ജോലിയുമാകട്ടെ. ആ ഒരു ജോലിക്ക് പോകുന്ന ഇപ്പോൾ ഒരുപാട് IT ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർ 5, 10 അല്ലെങ്കിൽ 6, 7 വർഷം പഠിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ നല്ലൊരു ജോലി ലഭിക്കുമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ സന്തോഷമല്ലേ അത്. പഠിക്കാതെ അലസത കാണിച്ച് ഇപ്പോഴത്തെ സന്തോഷത്തിൻ്റെ പുറകെ, ഇപ്പോഴത്തെ എല്ലാവരും അടിച്ചു പൊളിക്കുക, പ്രണയത്തിൻ്റെ പിന്നാലെ പോകുക, എല്ലാം നല്ലത് തന്നെയാണ്, ആവശ്യത്തിനുണ്ടാവും, നല്ലതാണ്. പ്രണയിക്കുവാൻ പാടില്ല എന്ന് പറയുന്നില്ല. നല്ല സൗഹൃദവും ഫ്രണ്ട്ഷിപ്പും പ്രണയവും എല്ലാം നല്ലതാണ്. പക്ഷെ അത് ജീവിതത്തിൽ വിജയിച്ച് വരണം. ഒരിക്കലും താഴോട്ട് പോകരുത്. തോറ്റവർക്ക് ആർക്കും ജീവിതത്തിൽ സന്തോഷകരമായി ജീവിക്കുവാനോ അല്ലെങ്കിൽ ആരും അംഗീകരിക്കുകയോ ചെയ്യുകയില്ല. ഉയർന്നു വന്നേ പറ്റുകയുള്ളൂ. എവിടെയാണോ നമുക്ക് പരാജയം പറ്റിയത് അവിടെ നിന്നും കയറി നമ്മൾ ഉയർന്ന് ജയിച്ച് വന്നു കഴിഞ്ഞാൽ വീട്ടിനുള്ളിൽ നമുക്ക് ബഹുമാനമുണ്ടാകും, വീട്ടിൽ നമുക്ക് അംഗീകാരമുണ്ടാകും, സ്നേഹമുണ്ടാകും, നമുക്ക് പ്രത്യേക ഒരു പൊസിഷൻ, സ്ഥാനം കിട്ടും. തിരിച്ചൊരു ബന്ധുക്കളുടെ ഇടയിൽ അതേപോലെ ഉണ്ടാകും. നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മളെല്ലാവരും അംഗീകരിക്കും, നമ്മളെ നോട്ട് ചെയ്യും. ഇന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ലൊരു ജോലിയുണ്ട്, നല്ലൊരു ക്യാരക്ടറാണ്. അപ്പോൾ മടി കാണിച്ച് ഒരു മൂലയിൽ പോയിരുന്നാൽ നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് നിങ്ങൾ. ഈ ഒരു മാസക്കാലഘട്ടം അത് കൂടുതലായി കാണുന്നുണ്ട്. നമുക്ക് പുതിയ അഡ്മിഷൻ വാങ്ങിക്കുകയും പുതിയ വിദ്യാഭ്യാസം നേടുകയും അല്ലെങ്കിൽ വിജയത്തിൽ എത്തിച്ചേരേണ്ട സമയത്ത് നമ്മൾ മടി പിടിച്ച് മാറി നിൽക്കാതെ ആത്മാർത്ഥമായി വർക്ക് ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ലെവലിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ മടി അലസത മാറ്റിവെച്ച് മുന്നേറുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളെയും അമിതമായി വിശ്വസിക്കാതിരിക്കുന്നത് നല്ലതാണ്. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു. തിരിച്ച് അവരിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഉപഹാരവും ഇല്ലാത്ത അവസ്ഥ, അവസരം കിട്ടിയാൽ നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറയുന്ന അവസ്ഥ. നിങ്ങളുടെ ബന്ധുക്കൾ, സ്വന്തം സഹോദരങ്ങൾ തന്നെ നിങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞു നടക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ നിങ്ങൾക്ക് ചതിവ് പറ്റുവാനോ അല്ലെങ്കിൽ അപവാദങ്ങൾ കേൾക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം കവർന്നെടുക്കുവാനോ ഒക്കെ സാധ്യത കൂടുതലാണ്. സൂക്ഷിക്കുക. ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെ പൂജിക്കുക, ഭഗവാനെ കഴിയുമെങ്കിൽ നിത്യവും ദർശനം നടത്തുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് വഴിപാടുകൾ അർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും വിജയങ്ങൾ കൈവരിക്കുകയും ചെയ്യും. വൃശ്ചികം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൈന്ദവാചാര സംബന്ധമായ വിഷയങ്ങളും നിങ്ങളുടെ നക്ഷത്രവും രാശി സംബന്ധമായ കാര്യങ്ങളും ഇതിൽ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസുകൾ ലഭിക്കുക തന്നെ ചെയ്യും. കൂടാതെ ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ. നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ക്ഷേത്രത്തിൽ നടക്കുന്ന ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി നിങ്ങളുടെ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി പൂജയും പ്രാർത്ഥനയും നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും അതിൽ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ അതും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൃത്യമായി അത് നോട്ട് ചെയ്യുകയും
പൂജാ വഴിപാടുകൾ നടത്തുമ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും ചെയ്യുവാൻ സാധിച്ചാൽ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു 10% മാറ്റം വരാൻ നമ്മുടെ പൂജയ്ക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ കൃത്യമായി പേരും നക്ഷത്രവും ഒന്ന് രേഖപ്പെടുത്തുക. വൃശ്ചികം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ചെറിയ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. ചെറിയ രീതിയിൽ അപവാദങ്ങൾ കേൾക്കുവാനുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക. വസ്തു സംബന്ധമായ വിഷയങ്ങളിൽ നഷ്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള മാസമാണ്. എടുത്തുചാട്ടമെല്ലാം നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും. പുതിയൊരു വീട് വാങ്ങുവാനോ അല്ലെങ്കിൽ വീട് മെയിൻറ്റെയിൻ ചെയ്യുവാനോ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് നഷ്ടങ്ങൾ വന്നു ചേരും. അനാവശ്യമായ ചിലവുകൾ ജീവിതത്തിൽ വന്നു ചേരും. നമ്മളൊരു വസ്തു വാങ്ങുകയാണ്. സാധാരണ ഒരു വ്യക്തി ഒരു 25 ലക്ഷം രൂപ കൊടുത്തൊരു വസ്തു വാങ്ങുന്നു. എന്നാൽ വാങ്ങിച്ച് 3 മാസത്തിന് ശേഷം അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷം നമ്മളത് വിൽക്കുവാൻ നോക്കിയാൽ ചിലപ്പോൾ 15 ലക്ഷം രൂപയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. കാരണം വില കുറഞ്ഞ സ്ഥലം വില കൂടുതലായി നമ്മളെ പറ്റിച്ച് വാങ്ങിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. വസ്തു വാങ്ങുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. ഇതുപോലെ തന്നെയാണ് വീട് വാങ്ങുന്നതും ഒരു വ്യക്തി. ഇതുപോലെ ഒരു വീട് വാങ്ങുന്നതിന് അതിൻ്റെ വാസ്തു എല്ലാം കൃത്യമായി നോക്കുക. കൃത്യമായി അത് ഒരു വാസ്തു വിദഗ്ധനെ കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം മാത്രം ഉറപ്പ് പറഞ്ഞ ശേഷം വാങ്ങും. കാരണം ചിലപ്പോൾ അത് വാസ്തു ദോഷമുള്ള വീട് വാങ്ങിച്ച് അതിനുശേഷം നമ്മളുടെ സാമ്പത്തിക നില തകരാറാകുകയും ആരോഗ്യ പ്രശ്നം വരികയും അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം വസ്തുവും വീടും ഒക്കെ വാങ്ങുന്നതിന്. അപ്പോൾ നമ്മളൊരു വസ്തു വിൽക്കുവാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഈ വൃശ്ചികം രാശിയിൽ പെട്ട് വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ട നമ്മുടെ ഒരു വസ്തു അത്യാവശ്യമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വസ്തു വിൽക്കുവാൻ നമ്മൾ പോവുകയാണ്. നമുക്കൊരു 25 ലക്ഷം രൂപ വിലയെടുപ്പുള്ളൊരു വസ്തു നമ്മൾ വിൽക്കാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15 ലക്ഷം രൂപയായിരിക്കും. നഷ്ടത്തിൽ വിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരു കാര്യം ജീവിതത്തിൽ ഇപ്പോൾ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. നഷ്ടം വരാതെ വസ്തുവിന് വിൽക്കുവാനൊക്കെ നോക്കുക. ചിലപ്പോൾ നമ്മുടെ വീട് മാറാൻ അല്ലെങ്കിൽ വീട് വിൽക്കാൻ നമ്മൾ നിൽക്കുകയാണ്. മറ്റൊരു വീട് വയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് വീട് വാങ്ങാൻ വേണ്ടി ഇത് വിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വില കിട്ടില്ല. 50 ലക്ഷം രൂപയുടെ വീടായിരിക്കും, പറയുന്നത് 35 ലക്ഷം രൂപയായിരിക്കും. അപ്പോൾ ഈ ഒരു മാസം വീട് വാങ്ങുവാനോ വിൽക്കുവാനോ പാടില്ല. വാഹന സംബന്ധമായ കാര്യങ്ങളും ഈ ഒരു മാസത്തേക്ക് മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് നല്ല രീതിയിലുള്ള നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ്. മറ്റൊരു ഗുണപരമായ കാര്യമെന്ന് പറഞ്ഞാൽ ദാമ്പത്തിക ജീവിതത്തിൽ സന്തോഷം കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങൾ പിണങ്ങിയിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ സ്നേഹത്തോടു കൂടി കഴിയുവാനും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുവാനും സാധിക്കും. പ്രണയിക്കുന്ന വ്യക്തികൾക്ക് പ്രണയം സക്സസ് ആകുവാനും പ്രണയബന്ധം വിവാഹത്തിലെത്തുവാനും സന്തോഷകരമായ ജീവിതം നയിക്കുവാനും എല്ലാം സാധിക്കുന്ന ഒരു മാസക്കാലഘട്ടമാണ്. അപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെ തന്നെ ബുദ്ധിമുട്ട് വന്നാലും അതിനെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. കുടുംബത്തിനുള്ളിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കും. ആഗ്രഹിച്ചതുപോലൊരു സ്വപ്നം കണ്ട ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു മാസക്കാലഘട്ടം തന്നെയാണ്. നിങ്ങളുടെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടുവാനും നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ഒരു നഷ്ടം വരാതെ ജീവിതത്തിൽ സന്തോഷകരമായ ജീവിതം നയിക്കുവാനും സാധിക്കുന്ന ഒരു മാസമാണ്. ചില കാര്യങ്ങൾ ഇറങ്ങുമ്പോൾ നമ്മളെ പറ്റിക്കുവാൻ നോക്കും. എന്നാൽ നമ്മൾ അതിനേക്കാളും ബുദ്ധി ഉപയോഗിച്ച് അവരെ പറ്റിച്ച് നമ്മൾ രക്ഷപ്പെടാറുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഇറങ്ങുമ്പോഴും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. ഈ ഒരു മാസക്കാലഘട്ടത്തിൽ നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും നാഗദൈവങ്ങൾക്ക് 100 പാലും അർപ്പിക്കുക, പാൽപ്പായസ വഴിപാട് അർപ്പിക്കുക, ആയില്യ പൂജ നടത്തുക, നാഗരൂട്ട് നടത്തുക, സർപ്പബലി നടത്തുക. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സാമ്പത്തികമനുസരിച്ച് നമുക്ക് പരിഹാരം ചെയ്യാം.
ഒരു കവർ പാല് വാങ്ങിച്ച് വെച്ച് ഭഗവാൻ അഭിഷേകം നടത്തുകയും മഞ്ഞൾ അഭിഷേകം നടത്തി ഒരു കരിക്ക് അഭിഷേകം നടത്തി ഒരു പനിനീർ അഭിഷേകം നടത്തുകയും ചെയ്താലും മതി, ഐശ്വര്യമുണ്ടാകും. ഒരു പാൽപ്പായസ വഴിപാട് നടത്തിയാൽ ഐശ്വര്യമുണ്ടാകും. ഒരു ആയില്യ പൂജ നടത്തിയാൽ ഐശ്വര്യമുണ്ടാകും. ഒരു നാഗരൂട്ടോ സർപ്പബലിയോ നടത്തിയാലും ഐശ്വര്യം ഉണ്ടാകും. എല്ലാത്തിനും അതിൻ്റേതായ ഐശ്വര്യം ഉണ്ടാകും. നമ്മൾ അർപ്പിക്കുന്ന മനസ്സാണ്. ഈശ്വരൻ പറയുന്നില്ല നീ എനിക്ക് ഇത്ര താ എന്നത് താ എന്നൊന്നും. ഒരു നാളികേരം ഉടച്ചാലും ഭഗവാൻ നിങ്ങളുടെ വിഘ്നം മാറ്റും. 108 നാളികേരം ഉടച്ചാലും ഭഗവാൻ നിങ്ങളുടെ വിഘ്നം മാറ്റും. അപ്പോൾ നമ്മുടെ അർപ്പണാബോധമാണ്. ഞാൻ ഇത്രയും തരുമെന്ന് പറഞ്ഞ് വിലപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്, ഞാൻ അർപ്പിക്കുന്നതാണ്. എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്. അവിടെ ഭഗവാൻ എനിക്ക് ഇത്രയേ ഉള്ളൂ, ഞാൻ ഇത്രയും നിനക്ക് വേണ്ടി അർപ്പിക്കാം, എൻ്റെ കാര്യം നീ ഒന്ന് നേടിത്തരണേ, എന്നെ ഒന്ന് ഓർത്തിരിക്കണേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങനെയാണ് നമ്മളൊരു നാളികേരം ഉടയ്ക്കുന്നത് ഭഗവാന്. അപ്പോൾ നമ്മൾ അർപ്പിക്കുന്നത് പോലെയായിരിക്കും നമുക്ക് കിട്ടുന്ന ഈശ്വര അനുഗ്രഹവും. അപ്പോൾ സന്തോഷകരമായി മുന്നോട്ട് ജീവിതം നയിക്കുവാൻ വേണ്ടി സർപ്പദൈവങ്ങളെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ധനുരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രേക്ഷകർ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അതിനോടൊപ്പം ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. വോയിസ് മെസ്സേജായിട്ട് നിങ്ങൾക്കുള്ള മറുപടിയും ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാറുന്നതിന് വേണ്ടി നിങ്ങൾ മാസം തോറും ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടത്തി വരികയാണ്. അപ്പോൾ നിങ്ങളുടെ പേരും നാളും അതിൽ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണോ അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ അങ്ങനെ, ജോലിയാണെങ്കിൽ അത്, വിവാഹം നടക്കുന്നില്ലെങ്കിൽ അങ്ങനെ, അപ്പോൾ രോഗ ബുദ്ധിമുട്ടാണ് എന്താണോ അതൊന്ന് രേഖപ്പെടുത്തുക. കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഫോൺ വിളിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ പറയാറുണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ എഴുതാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അതായിരിക്കും ഒരു സന്തോഷം. നമ്മുടെ പ്രോഗ്രാം കാണുന്ന വ്യക്തികൾ നമ്മളെ വിശ്വസിച്ച് ഒരു കാര്യം പറയുമ്പോൾ അതിനെ നമ്മൾ ആത്മാർത്ഥമായി അത് ചെയ്യുമ്പോഴേക്കും അതിൽ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ 100% ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഒരാളുടെ ജാതകത്തിൻ്റെ ദോഷമോ അല്ലെങ്കിൽ മറ്റൊരു ദോഷം കൊണ്ടോ അനുഭവിക്കുന്ന പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ അതിനൊരു ആശ്വാസം നമുക്ക് നേടിക്കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് കമൻറ്റ് ബോക്സിൽ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പ്രാർത്ഥനയിലും പൂജയിലും ഉൾപ്പെടുത്താം. ചെറിയൊരു മാറ്റമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നേടിത്തരുവാൻ സാധിക്കും. അത് നിങ്ങൾക്കും ഒരു നേട്ടം തന്നെയായിരിക്കും. അപ്പോൾ ധനുരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രക്കാർ നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ അധ്വാന ഭാരം കൂടുന്ന കാലഘട്ടമാണ്. മിക്കവാറും പുതിയ വർഷത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോഴേക്കും നിങ്ങളുടെ ആ ഒരു പഠിത്തത്തിൻ്റെ കാഠിന്യം കൂടും. ഒരുപാട് പഠിക്കേണ്ടി വരും. ആരംഭത്തിൽ തന്നെ കൃത്യമായി അന്നുള്ള കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പരീക്ഷ വരുമ്പോൾ വളരെ ഈസിയായി എഴുതുവാനും മാർക്കുകൾ നേടുവാനും സാധിക്കും. വിദ്യാർത്ഥികൾ വളരെ സ്മാർട്ടായിട്ട് നിർബന്ധപൂർവം പഠിച്ച് മുന്നേറുക. ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സുവർണ അവസരം നേട്ടങ്ങൾ നേടുവാൻ വേണ്ടി. അപകീർത്തി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. നിങ്ങളിനി എത്ര സൽക്കർമ്മം ചെയ്താലും, എത്ര തന്നെ ആൾക്കാരെ സഹായിച്ചാലും, എത്ര തന്നെ നിങ്ങൾ ഉപഹാരങ്ങൾ ചെയ്തു കൊടുത്താലും, നിങ്ങൾ തിരിഞ്ഞു നടക്കുമ്പോൾ ഈ ഉപഹാരങ്ങൾ പറ്റിയ വ്യക്തി, നിങ്ങൾ സഹായിച്ച വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ മോശമായ രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് പേരുദോഷങ്ങൾ കേൾക്കുവാൻ സാധ്യത കൂടി വരുന്ന മാസമാണ്. കൃത്യമായി ഭഗവാനെ പ്രാർത്ഥിക്കുക, നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുക. നമ്മളുടെ സഹായം കൈപ്പറ്റുകയും നമ്മുടെ സുഹൃത്തായി നമ്മുടെ തൊഴിൽ കൈയിട്ടുകൊണ്ട് നമ്മുടെ കൂടെ നടക്കുകയും ചെയ്തിട്ട് നമ്മളെക്കുറിച്ച് അനാവശ്യം പറയുകയും അപവാദങ്ങൾ പറയുകയും ചെയ്യുന്ന വ്യക്തികളെ ഭഗവാനെ സമർപ്പിക്കുക. അവർക്കുള്ള നമ്മളെ പറയുന്നതിൻ്റെയും നമ്മളെ മോശമായി ചിത്രീകരിക്കുന്നതിൻ്റെയും ഗുണഫലമോ അല്ലെങ്കിൽ അതിൻ്റെ ദോഷഫലമോ എന്തു തന്നെയായാലും നരസിംഹസ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുക. ഭഗവാൻ അവരെ നോക്കിക്കൊള്ളും. നമ്മൾ സന്തോഷകരമായി നമ്മുടെ ജീവിതം മുന്നിലേക്ക് നയിക്കുക.
ഇതിനെതിരെ നമ്മൾ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് ദോഷകരമായി മാറും. പണ്ടുള്ളവർ പറഞ്ഞു പോയതുപോലെ നമ്മളൊരു വഴിക്ക് പോകുമ്പോഴേക്കും ഒരുപാട് നായ്ക്കളിൽ നിന്ന് കുരയ്ക്കാറുണ്ട്. നമ്മൾ അതിനൊപ്പം നിന്ന് കുരയ്ക്കാൻ നിന്നാൽ നമ്മുടെ സമയവും നമ്മുടെ അന്നത്തെ ദിവസവും പാഴായിപ്പോവും. അവരവിടെ നിന്ന് കുരച്ചോട്ടെ, നിങ്ങളുടെ വിജയങ്ങൾ നോക്കി പോകുക. ജയിച്ചു വരുമ്പോഴേക്കും ഇവർ നമ്മളെ വീണ്ടും പ്രശംസിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ജീവിതം വളരെ ചെറുതാണ്, നിസ്സാരമാണ്. പലരും നമ്മളെക്കുറിച്ചുള്ള അപവാദങ്ങളും അപകീർത്തികളും പറയുകയും നമ്മളെ തളർത്താൻ ശ്രമിക്കുകയും ചെയ്യും. ജീവിതത്തിൽ വിജയിച്ചു മുന്നേറുക, അതാണ് നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത്. എല്ലാ കാര്യത്തിലും അലസത, മടി, നാളത്തേക്ക് തന്നെ മാറ്റി വയ്ക്കുക, ഇത് വിദ്യാർത്ഥികൾക്ക് വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഈ പ്രൈവറ്റ് ജോലി ചെയ്യുന്ന വ്യക്തികൾക്കൊണ്ട് നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾ ഇന്നെനിക്ക് വയ്യ, ഇന്നലെ ജോലിഭാരം കൂടുതലായിരുന്നു, അതുകൊണ്ട് ഇന്ന് പോകുന്നില്ല, നാളെ പോകാം, അങ്ങനെ ഒന്നും മാറ്റി വയ്ക്കരുത്. നമ്മൾ മടി കാണിക്കും തോറും നമ്മുടെ ജീവിതത്തിലെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ പറഞ്ഞിട്ടുണ്ട്, പകലുറങ്ങുന്നവൻ്റെ ആയുസ് കുറയുമെന്നാണ്. അപ്പോൾ അതുപോലെ മടി പിടിച്ച് മാറിയിരിക്കരുത്. കൃത്യമായി നമ്മൾ ജോലി കാര്യങ്ങൾ അന്നുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് വിദ്യാർത്ഥികൾ അന്നുള്ള കാര്യങ്ങൾ പഠിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ച് മുന്നേറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാകും. കുടുംബത്തിനുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അത് ദമ്പതികളായിട്ടായിരിക്കില്ല, ഭാര്യ ഭർത്താവും തമ്മിലായിരിക്കില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ. കുടുംബത്തിനുള്ളിൽ മറ്റ് പല വ്യക്തികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്ക് സന്തോഷകരമായി ജീവിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ മറ്റ് വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുന്നതിനും കുടുംബത്തിൽ സന്തോഷം കൈവരിക്കുന്നതിനും വേണ്ടി ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നേറുക. നല്ലതേ ഉണ്ടാകുകയുള്ളൂ. നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും, വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും, ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. തൊഴിൽപരമായി പല വെല്ലുവിളികളും നിങ്ങൾ നേരിടേണ്ടി വരുന്ന സമയമാണ്. ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുവാൻ ശ്രമിക്കുക. കാരണം നിങ്ങളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മടി വിചാരിച്ചത് മാറി നിൽക്കരുത്. പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ ഞാനത് ചെയ്തു തരാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയാൽ നിങ്ങളുടെ ആ ഒരു വാക്ക് വിശ്വസിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുവാനായി കാത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടെ ഓപ്പോസിറ്റുള്ളവർ. അവരുടെ സ്വപ്നവും അവരുടെ സന്തോഷവും അവരുടെ ജീവിതവും നിങ്ങളുടെ ആ ഒറ്റ വാക്കിലാണ് ഇരിക്കുന്നത്. നിങ്ങളെക്കൊണ്ട് നിറവേറും എന്നുണ്ടെങ്കിൽ മാത്രം, നിങ്ങളെക്കൊണ്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം വാക്ക് കൊടുക്കുക. വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി അത് പാലിക്കുക. എങ്കിൽ മാത്രമേ നമുക്കൊരു ക്വാളിറ്റി ഉണ്ടാകുകയുള്ളൂ. അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തു തരും. അല്ലെങ്കിൽ പലരും പറയണം അദ്ദേഹം പറഞ്ഞാണോ, നോക്കണ്ട, ഒന്നും ചെയ്യില്ല, വെറുതെ പറയുന്നതാണ്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സുഹൃത്തുക്കളായാലും ശരി, നമ്മുടെ കൂടെ ഉള്ളവരായാലും ശരി, ജോലി ചെയ്യുന്നവരായാലും കുടുംബത്തിനകത്തായാലും ശരി, 5 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാളിങ്ങനത്തെ കാണും, വെറുതെ വാക്ക് കൊടുക്കും. ധൈര്യമായിട്ടിരുന്നോ, ഞാൻ എല്ലാം ചെയ്തു തരാം. പക്ഷെ സമയമാകുമ്പോൾ ഒന്നും കാണില്ല. അയാൾ ഫോൺ വിളിച്ചാൽ കൂടി കിട്ടില്ല, ഞാൻ തിരക്കാണ്, പിന്നെ വിളിക്കാമെന്ന് പറയും. അപ്പോൾ ഈ നക്ഷത്രത്തിൽ ഉൾപ്പെട്ട വ്യക്തികളോട് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം, വാക്ക് പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കുക. പറ്റുന്ന വാക്കുകൾ പറയുക. 4 ആൾ നിൽക്കുമ്പോൾ വെറുതെ എന്നാൽ കഴിയുമെന്ന് പറഞ്ഞ് സ്വയം പുകഴ്ത്തി പറയുന്നത് നിർത്തുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്കത് നല്ല കാര്യമായി തോന്നും. എന്നാൽ പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് നിങ്ങളൊരു കോമാളിയായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മൾ സ്വയം കോമാളിയാകാതിരിക്കുക. സന്തോഷകരമായ വിജയത്തോടു കൂടി ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരം ഒന്ന് കുറയ്ക്കുക. അനാവശ്യമായിട്ടുള്ള വാക്കുകൾ കൊടുക്കുന്നത് നിർത്തുന്നത് വളരെ നല്ലതായിരിക്കും. നരസിംഹസ്വാമിയെ പ്രാർത്ഥിച്ച് പൂജിച്ച് മുന്നോട്ട് പോകുക. ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. മകരം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അവയ്ക്കുള്ള ചെറിയ രീതിയിലുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രേക്ഷകർ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം എല്ലാ ദിവസവും ഓരോ വീഡിയോസ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ദയവ് ചെയ്ത് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. വോയിസ് മെസ്സേജ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടി, ചിലപ്പോൾ ആരോഗ്യ പ്രശ്നമായിരിക്കും, സാമ്പത്തിക പ്രശ്നമായിരിക്കും, ജോലി പ്രശ്നമായിരിക്കും, കുടുംബജീവിതത്തിലെ പ്രശ്നമായിരിക്കും, അത് മാറുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാ മാസവും ക്ഷേത്രത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പൂജ നടത്തുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ള എൻ്റെ പ്രേക്ഷകർ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന പ്രശ്നം എന്താണ് അതും ഒന്ന് രേഖപ്പെടുത്തുക. ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുക. ഞങ്ങളിതെല്ലാം കൃത്യമായി നോട്ട് ചെയ്യുകയും പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ചെറിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമാണ്. നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇത് തന്നെയാണ്. കാരണം ഒരുപാട് ആൾക്കാർ പലതരം കാര്യങ്ങളിങ്ങനെ വന്ന് വിഷമിച്ച് പറയുമ്പോൾ, ഒന്നും ചെയ്യുവാനാകാതെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് തോന്നിയ ഒരു കാര്യമാണ് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി ഒരു പൂജ നടത്താം, അവർക്ക് ഐശ്വര്യമുണ്ടാകാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യൂ. ഒന്ന് എഴുതി അയച്ചാൽ മാത്രം മതി, നമ്മളതിന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും. നിങ്ങൾക്കൊരു ചെറിയൊരു മാറ്റമെങ്കിലും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഉത്രാടം, തിരുവോണം, അവിട്ടം, മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയാതെ വരുന്ന മാസമാണ്. സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുണ്ടാകും. ഈ മാസം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്ന സാമ്പത്തികം കൊടുത്തു തീർക്കാൻ പറ്റാതെ വീണ്ടും നമ്മളൊരു കടബാധ്യതയിലിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. സാമ്പത്തിക കാര്യങ്ങൾ കുറച്ചും കൂടി കൃത്യനിഷ്ഠ കാണിച്ചെല്ലാം മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ചിലവുകൾ കുറയ്ക്കുകയും വരുമാനം ഒന്ന് സേവ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും നല്ലത്. കാരണം ആഡംബര ജീവിതം അല്പം കൂടുതലായി കാണുന്ന നക്ഷത്രക്കാരാണ്. അത് ഈ ഒരു മാസത്തിൽ വളരെ കൂടുതലായി വരും. നിങ്ങൾ ആഡംബരമായിട്ട് തന്നെ ജീവിക്കുകയില്ല എന്ന് പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ശമ്പളത്തിൻ്റെ 4/1 സേവ് ചെയ്യുവാൻ സാധിക്കണം. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു 40,000 രൂപ ഒരു മാസം സാലറി ലഭിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കണക്കാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തു പറയേണ്ടത് എനിക്ക് 30,000 രൂപ സാലറിയേ ഉള്ളൂ. 10,000 രൂപ നിങ്ങളങ്ങ് സേവ് ചെയ്യുക. അക്കൗണ്ടിൽ പൈസ വന്ന ഉടനെ അതങ്ങ് സേവ് ചെയ്യുക. തുടർന്നുള്ള 30,000 രൂപയിൽ 20,000 രൂപ നിങ്ങളുടെ ദൈനംദിന ചിലവ്, വീട്ടിലെ കാര്യങ്ങൾ, വിദ്യാഭ്യാസം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ജീവിതം എല്ലാത്തിനും വേണ്ടി 20,000 രൂപ മാറ്റി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. പിന്നെയും കാണും ഒരു 10,000 രൂപ ബാക്കി. ആ 10,000 രൂപ എടുത്ത് കുടുംബത്തോടുകൂടി അടിച്ചു പൊളിച്ചങ്ങ് നടക്കുക. അത്രയേ ഉള്ളൂ. കാരണം ജീവിതം ചെറുതാണ്. നമ്മൾ വയസ്സായി ഒറ്റയ്ക്കാകുമ്പോഴേക്കും കയ്യിൽ പൈസ ഇല്ലാതിരുന്നാൽ നമുക്കൊരു വില കാണില്ല, എല്ലാവർക്കും ബാധ്യതയായി മാറും. അതിനുവേണ്ടി 4/1 സേവ് ചെയ്യുക. ബാക്കി 2% പകുതിയോളം ജീവിക്കാൻ വേണ്ടി എടുക്കുക. ബാക്കിയുള്ള 4/1 സന്തോഷകരമായി അടിച്ചു പൊളിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ സമ്പാദിച്ച് വെച്ചിട്ട് ഒന്നും നേടാനില്ല. ഒരുപാട് വ്യക്തികളെ അറിയാം, പണം സമ്പാദിച്ചിങ്ങനെ വെച്ചിരിക്കും, അവസാനം കാലഘട്ടങ്ങളിൽ ആരും നോക്കാൻ പോലും കാണാത്തൊരവസ്ഥ. അല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കാതെ സമ്പാദിച്ചു വയ്ക്കുന്ന പണം നമ്മുടെ കുഞ്ഞുങ്ങൾ അടിച്ചു തീർക്കുന്നൊരവസ്ഥ, ലാവിഷായിട്ട് ഇല്ലാതാക്കി കളയുന്നൊരവസ്ഥ. അതിനേക്കാളും നമ്മൾ തന്നെ സന്തോഷമായിട്ട് ജീവിക്കുക, സേവ് ചെയ്യുക, ജീവിക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക. ചെറിയൊരു ജീവിതമേ ഉള്ളൂ, ഒരേ ഒരു ജീവിതം, സന്തോഷത്തോടുകൂടി ജീവിക്കുക. അപ്പോൾ ആഡംബരം അല്പം കൂടുതലാണ്. സേവ് ചെയ്തിട്ട് ആഡംബരം കാണിച്ചു കഴിഞ്ഞാൽ അത് നല്ലത് തന്നെയായിരിക്കും. ആരുടെ മുമ്പിലും ഒരാവശ്യത്തിനും കൈനീട്ടി നിൽക്കേണ്ട ആവശ്യം നമുക്ക് വരില്ല. ആഡംബരം കുറയ്ക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. സുഹൃത്തുക്കളുമായി വിനോദയാത്ര പോകുവാനൊക്കെ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. മനസ്സമാധാനം കുറവായിരിക്കും. ടെൻഷൻ, വളരെയധികം ടെൻഷൻ കൂടുതലായി കാണുന്ന വ്യക്തി. അപ്പോൾ അതെല്ലാം ഒന്ന് കുറച്ച് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കണം എന്നുണ്ടെങ്കിൽ മുരുകസ്വാമിയെ പ്രാർത്ഥിക്കുക, ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, സ്വാമിയുടെ നാമം ജപിക്കുക, സ്വാമിക്ക് അഭിഷേകത്തിന് കൊടുക്കുക.
എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. വിദ്യാഭ്യാസമായ തടസ്സം മാറിക്കിട്ടും, ജോലി സംബന്ധമായ തടസ്സം മാറിക്കിട്ടും, വിവാഹ സംബന്ധമായ തടസ്സം മാറിക്കിട്ടും, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ തടസ്സങ്ങൾ മാറിക്കിട്ടും. നല്ലൊരു സന്താന യോഗമുണ്ടാകാനുള്ള ഒരു മാസക്കാലഘട്ടം തന്നെയായിരിക്കും. അതിനുള്ള നേട്ടങ്ങളെല്ലാം കൈവരിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന സമയം, അവരുടെ മാർക്ക് കിട്ടുമ്പോൾ അങ്ങനെ അവർക്ക് അഡ്മിഷൻ കിട്ടിയതിൻ്റെ അങ്ങനെ അവരുടെ നല്ല സ്വഭാവത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരുപാട് അഭിമാനങ്ങൾ ഏറ്റുവാങ്ങാൻ പറ്റിയ ഒരു സമയം. നേട്ടങ്ങളുണ്ടാകും. അതുപോലെ തടസ്സങ്ങൾ വരാതെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേട്ടങ്ങൾ മാത്രം ജീവിതത്തിൽ കൊണ്ട് നമുക്ക് വിജയിക്കുവാൻ സാധിക്കും. കുംഭം രാശി. കുംഭം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ പ്രേക്ഷകർ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം എല്ലാ ദിവസവും നമ്മൾ പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുകയാണ്. ആ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ ആ വോയിസ് മെസ്സേജായിട്ട് തന്നെ വാട്സാപ്പിനകത്ത് മറുപടി ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് നിങ്ങൾ ജാതകത്തിൽ നോക്കി മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേട്ടങ്ങളുണ്ടാകുവാൻ കഴിയും. അപ്പോൾ ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ. കൂടാതെ ഈ വീഡിയോ കാണുന്ന പലരും അവരുടെ പ്രശ്നങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി നമ്മൾ ക്ഷേത്രത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്ക് നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്നും അതിലൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ പൂജയിലും പ്രാർത്ഥനയിലും നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റം വരുത്തുവാൻ സാധിക്കുകയും ചെയ്യും. കുംഭം രാശി. കുംഭം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് ഈയൊരു മാസത്തിൽ ആരോഗ്യപരമായ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു മാസം തന്നെയാണ്. ആരോഗ്യപരമായ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കൂടാതെ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കും. തൊഴിൽപരമായ നേട്ടങ്ങൾ കൈവരിക്കുക, നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ജോലി ഉണ്ടാകുക, സാമ്പത്തിക നേട്ടമുണ്ടാകുക, ഇങ്ങനെയൊക്കെ ഒരുപാട് നേട്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ചെറുതായിട്ടൊന്ന് മാറുവാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെ നമുക്ക് നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിലും നമുക്ക് ആരോഗ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. അതുകൊണ്ട് കൃത്യമായി നിങ്ങൾ ആരോഗ്യപരമായിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചെക്കപ്പ് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, കൃത്യമായി മരുന്നെല്ലാം കഴിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ചെറിയ രീതിയിലുള്ള ആരോഗ്യപരമായ തടസ്സങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസക്കാലഘട്ടമാണ്. നിങ്ങളുടെ സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും, സുഖമുണ്ടാകും, അവരുടെ വളർച്ചയിൽ ആനന്ദമുണ്ടാകും. ചിലവിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ നിയന്ത്രണം ഉണ്ടാക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്ന സമയം. ഇന്നൊരുപാട് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് നേട്ടങ്ങൾ കൈവരിക്കുവാൻ വേണ്ടി ഈ ഒരു മാസം വളരെ നല്ലതാണ്. ഈ രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന വ്യക്തികൾക്ക് വിദേശ ജോലിക്കോ വിദേശ പഠനത്തിനോ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ശ്രമിക്കുക. നിങ്ങൾ അതിനുള്ള ടെസ്റ്റുകളൊക്കെ എഴുതുക, അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടത്തുക. നേട്ടങ്ങളുണ്ടാകും, വിജയം കൈവരിക്കുവാൻ സാധിക്കും, നിങ്ങൾ പുറത്തോട്ട് പോകുവാൻ സാധിക്കും. അതിലൂടെ ലാഭങ്ങളും നേട്ടങ്ങളും വിജയങ്ങളും കൈവരിച്ച് ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധിക്കും. പൂർവജന്മ സുഹൃതം പോലെ ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു മാസക്കാലഘട്ടം തന്നെയാണ്. മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും. ആഗ്രഹ
സാഫല്യം പോലെ തന്നെയാണ് യാത്രകൾ ചെയ്യുവാൻ സാധിക്കും. തീർത്ഥയാത്രകളോ അല്ലെങ്കിൽ വിനോദയാത്രകളോ പങ്കെടുക്കുവാനും അതിലൂടെ നമുക്ക് സന്തോഷം കൈവരിക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ ജോലി സംബന്ധമായി യാത്രകൾ ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ആ യാത്രയിലെല്ലാം വിജയങ്ങൾ കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു മാസക്കാലഘട്ടം തന്നെയാണ്. പ്രണയ നേട്ടമുണ്ടാകും. സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. ആരോഗ്യപരമായി ചെറിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരും എന്നുണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വളരെ കൃത്യമായ രീതിയിൽ ആരോഗ്യപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ശ്രീ ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും വിജയങ്ങൾ കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു മാസമായി തീരട്ടെ. നിത്യവും ക്ഷേത്രദർശനം നടത്തുക. ശ്രീധർമ്മശാസ്താവിന് നീരാഞ്ജനം, നെയ്വിളക്ക്, നെയ്യഭിഷേകം, എള്ളുപായസം, കടുംപായസം, അരവണപ്പായസം എന്നിങ്ങനെ വഴിപാടൊക്കെ നടത്തി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ആരോഗ്യപരമായ ബുദ്ധിമുട്ട് മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുവാനും വിജയങ്ങൾ കൈവരിക്കുവാനും സാധിക്കും. മീനം രാശി. മീനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വിഷയങ്ങളുടെ വീഡിയോസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്മുടെ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർക്ക് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ദോഷഫലങ്ങൾ മാറുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന എന്തെങ്കിലും ദുഃഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ള പ്രേക്ഷകർ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ പൂജയിലും പ്രാർത്ഥനയിലും നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തുകയും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒരു ചെറിയൊരു മാറ്റം ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ ചെറിയ രീതിയിലുള്ള അപകട സാധ്യതകൾ ഉണ്ടാകുവാൻ യോഗം കാണുന്നുണ്ട്. സൂക്ഷിക്കുക. വാഹനത്തിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ചെറിയ രീതിയിലുള്ള അപകട സാധ്യതകൾ വന്നു ചേരുവാനുള്ള യോഗമാണ് കാണുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുക. വാഹനമൊക്കെ ഓടിക്കുന്ന വ്യക്തികൾ കൃത്യമായി നിയമം എല്ലാം പാലിച്ച് ഓടിക്കുക. 2 വീലർ ഓടിക്കുന്നവർ ഹെൽമറ്റൊക്കെ ധരിച്ച് ഓടിക്കുകയും നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അലസതയും മടിയും മാറ്റിവെച്ചാൽ ജീവിതത്തിൽ നല്ല രീതിയിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. സുഖവും ദുഃഖവും ഒരുപോലെ കടന്നു പോകുന്ന ഒരു മാസക്കാലഘട്ടം. ഗ്രഹത്തിൽ ശാന്തമായ അന്തരീക്ഷം നിലനിർത്തുവാൻ വേണ്ടി നിങ്ങൾ സംസാരം നിയന്ത്രിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങളുടെ സംസാരം മൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സമാണ് ഈ ഒരു മാസത്ത് കാണുന്നത്. വിദേശ ജോലി, വിദേശ വിദ്യാഭ്യാസം ഇതിനെല്ലാം തടസ്സം വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജാതകമൊന്ന് പരിശോധിക്കുക. വിദേശ വാസത്തിനുള്ള യോഗമുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം അതിലേക്ക് ഇറങ്ങുന്നത് ഉത്തമമായിരിക്കും. കാരണം ഒരുപാട് രൂപ, ലക്ഷക്കണക്കിന് രൂപകൾ മുടക്കിയാണ് നമ്മൾ അവിടെ പഠിക്കുവാനും അല്ലെങ്കിൽ വിദ്യാഭ്യാസം നടത്തുവാനും അല്ലെങ്കിൽ നമ്മളവിടെ ജോലിക്ക് വേണ്ടി എല്ലാം ഇറങ്ങുന്നത്. അപ്പോൾ അതിന് യോഗമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രമിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും അവസരങ്ങളും ഉണ്ടാകുന്ന കാലഘട്ടം. നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു മാസക്കാലഘട്ടമായിരിക്കും. നിങ്ങളുടെ കഴിവിനെ
ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു മാസക്കാലഘട്ടമാണ് വരാൻ പോകുന്നത്. തുടർന്ന് അതുപോലെ തന്നെയാണ് കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം. നേട്ടങ്ങളുണ്ടാകും, വിജയങ്ങളുണ്ടാകും, ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ സൂക്ഷിക്കുക, കൂടുതലും സംസാരം നിയന്ത്രിക്കുക, സ്ത്രീകളുമായുള്ള സംസാരം വളരെയധികം നിയന്ത്രിക്കുക. അപവാദങ്ങൾ കേൾക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ പൊതുരംഗത്തൊക്കെ നിൽക്കുന്ന വ്യക്തികളായിരിക്കും. നിങ്ങൾക്കെതിരെ അപവാദങ്ങൾ പരത്തുവാൻ കാത്തിരിക്കുന്ന മറ്റ് ചിലർ, നിങ്ങളുടെ ശത്രുക്കൾ, ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയാൽ ഒരുപാട് ദോഷകരമായി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക. പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാനും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ ഒരു മാസക്കാലഘട്ടം. സാമ്പത്തികപരമായി നേട്ടങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. വിദ്യാർത്ഥികളുടെ അലസത, മടി ഇതെല്ലാം മാറ്റിവെക്കുക. വസ്തു വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അനുയോജ്യമായ സമയമാണ്. കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് അതിന് നേട്ടമുണ്ടാകും, വിജയമുണ്ടാകും, അംഗീകാരങ്ങളുണ്ടാകും. കാരണം നമുക്ക് അതിൽ നിന്നുള്ള ലാഭമുണ്ടാകും. ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചില വസ്തു വാങ്ങുവാൻ സാധിക്കും, വീട് വയ്ക്കുവാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ ഒപ്പം നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രഹസ്യങ്ങൾ പറയാതിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും നാളെ നിങ്ങളുടെ ശത്രുവായി വരുന്നത്. സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറുന്ന ഒരവസ്ഥ ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നിങ്ങൾ എടുത്തു ചാടി ചെയ്യുന്നത് കൊണ്ടാണ് ദോഷങ്ങൾ സംഭവിച്ചുകൊണ്ട് എടുത്തുചാട്ടവും സംസാരവും നിയന്ത്രിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുകയും വിജയങ്ങൾ കൈവരിക്കുകയും വേണ്ടി ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഉത്തമമായിരിക്കും. ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക. വ്യാഴാഴ്ച ദിവസങ്ങളിലോ ബുധനാഴ്ച ദിവസങ്ങളിലോ എല്ലാം ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന് ഭാഗ്യസൂത്ത പുഷ്പാഞ്ജലി അർപ്പിക്കുകയും തുടർന്ന് ഭഗവാന്റെ നാമം ജപിക്കുകയും അതിനോടൊപ്പം ഭഗവാന് പാൽപ്പായസ വഴിപാടെല്ലാം നടത്തി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ ഉണ്ടാകുകയും വിജയങ്ങൾ കൈവരിക്കുവാനും സാധിക്കും.